അത് HRM ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിലബസ് ഡിസ്കഷനിലൂടെ നമുക്ക് പേപ്പർ 2 ആദ്യത്തെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് മി ഗിവ് യു ദി സിലബസ് ഫസ്റ്റ്. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊമേഴ്സ് മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റുകാർക്ക് കോമൺ ആയിട്ടുള്ള പേപ്പറാണ് HRM. സോ ആ സെൻസിൽ HRMലേക്ക് വരുമ്പോൾ മേജർ ടോപ്പിക്സ് ഇവയെല്ലാമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബേസിക് കൺസെപ്റ്റ്, പെർസ്പെക്റ്റീവ്സ്, ഇൻഫ്ലുവൻസസ് ആൻഡ് റീസെന്റ് ട്രെൻഡ്സ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതേപോലെയുള്ള പ്രോസസ്സുകൾ, HR പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇൻഡക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. Then job analysis, job evaluation, compensation management, strategic role of human resource management, competency mapping, balance scorecard തുടങ്ങിയ കൺസെപ്റ്റുകളെ പറ്റിയുള്ള അവയർനെസ് വേണം. Then career planning and development, performance management and appraisal, then organizational development, organizational change and OD interventions. അതുകൂടാതെ ടാലന്റ് മാനേജ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, എംപ്ലോയി എൻഗേജ്മെന്റ്, വർക്ക് ലൈഫ് ബാലൻസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. It includes the dispute and grievance management, then labor welfare and social security, trade union and collective bargaining. ട്രേഡ് യൂണിയനിൽ നിന്നൊക്കെ ഇത്തവണ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR challenges in international business and green HRM. So these are the areas. നമ്മുടെ സിലബസിൽ ഇത്രയും ഏരിയാസ് ആണ് പറയുന്നത്. സോ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയാസിൽ നിന്നെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം. സോ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വേണ്ട ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ച് HRM. സോ ഏറ്റവും ബേസിക് കൺസെപ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, HRMന്റെ ബേസിക് കൺസെപ്റ്റ്സ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ HR ഏരിയ. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഫ് HR എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ്, അതായത് ഇതെല്ലാം മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. സോ ഈ മാനേജ്മെന്റ് HR പ്രോസസ്സുകൾ ചെയ്താൽ, ലൈക്ക് പ്രൊക്യൂർമെന്റ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് HRM. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സ് പ്രൊക്യൂർമെന്റ്, എവിടെ നിന്ന് നമ്മൾ HR കണ്ടെത്തും. ദെൻ അവരുടെ ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ. സോ ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ദി എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. സോ ഇത്തരം ഒരു HR മാനേജ്മെന്റ് ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് ആ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സും അതോടൊപ്പം തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സും അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ഇത്രയും കൺസെപ്റ്റ് ആണ് എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷനിൽ പറയുന്നത്. സോ ബേസിക്കലി യു ക്യാൻ സേ HRM ഇസ് ദി മാനേജ്മെന്റ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് അതർ റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ആ മാനേജ്മെന്റ് ഏരിയയെ നമുക്ക് HRM എന്ന് പറയാം. ഓക്കെ, സോ അനദർ വേ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ മറ്റൊരു കൺസെപ്റ്റ് വെച്ചിട്ട്, ക്യാൻ സേ HRM is the process of bringing an organization and employees together so that they work together to achieve their goals. So basically ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് HR മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അപ്രൈസൽ, then compensation, rewards, motivation and growth, industrial relation, employee welfare, grievance redressal, etc. ഇതെല്ലാം ഓർഗനൈസേഷനകത്ത് പ്രോപ്പറായിട്ടാണ് നടക്കുന്നത് എന്ന് ഉറപ്പാക്കുകയാണ് HRMന്റെ ബേസിക് എയിം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് HR കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ. നമുക്ക് കുറച്ചുകൂടി റെലവന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് പോകാം. HR ഡെഫിനിഷൻ, കൺസെപ്റ്റിനെ, HR ആക്ടിവിറ്റീസിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഇൻ HR. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. അത് ബേസിക്കലി ക്യാൻ സേ നോർമേറ്റീവ് പെർസ്പെക്റ്റീവ് ഇസ് ദേർ, ദെൻ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, ബിഹേവിയറൽ, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റം പെർസ്പെക്റ്റീവ്. സോ നമുക്ക് ഓരോന്നായിട്ട് എന്താണ് കൺസെപ്റ്റ്, അതായത് എങ്ങനെയാണ് HRMനെ വ്യൂ ചെയ്യുന്നത്, അതാണ് പെർസ്പെക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ HRMനെ പല പെർസ്പെക്റ്റീവിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് ഇവിടെ. ഏറ്റവും ബേസിക് ലെവലിലുള്ള HR കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമേറ്റീവ് പെർസ്പെക്റ്റീവ് ഇസ് ദേർ, ദെൻ ക്രിട്ടിക്കൽ, ബിഹേവിയറൽ, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റം. സോ വാട്ട് ഈസ് നോർമേറ്റീവ് പെർസ്പെക്റ്റീവ്?
let's go in detail. This approach deals with HRM from two basic perspectives. That is hard HRM and soft HRM. നോർമേറ്റീവ് കൺസെപ്റ്റിൽ HRM-നെ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. രണ്ട് ബേസിക് ആസ്പെക്ട്സ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഒന്ന്, there is hard HRM and secondly there is soft HRM. So hard HRM embraces all those elements in employment relations, laying emphasis on employees' complaints, quantitative output, managers, task and the development of the organization. സോ ഹാർഡ് HRM എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഏരിയയുമാണ്. അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് വരാവുന്ന, എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന എംപ്ലോയ്മെന്റ് റിലേഷൻസ് ആകാം, അല്ലെങ്കിൽ എംപ്ലോയിയുടെ പ്രവർത്തികൾ. ഐ മീൻ അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഔട്ട്പുട്ട് കൃത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാർഡ് HRM-ന്റെ ഭാഗമാണ്. സോഫ്റ്റ് HRM എന്ന് പറയുമ്പോൾ will tends to favor flexibility, negotiation, performance, quality, recognition of environments, and rights in employment relations. So it is more strategic and long term. So hard HR എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യണം, മസ്റ്റ് ആയിട്ട് റിജിഡിറ്റി എൻഷുർ ചെയ്യുന്ന ഏരിയാസ് പറയാം. റിജിഡിറ്റി എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ് ബി ഫോളോഡ്. ദർ മസ്റ്റ് ബി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ബേസിക് ലെവലിൽ ഹാർഡ് HRM-ന്റെ ഭാഗമാണ് ഇവയെല്ലാം. വേറെ സോഫ്റ്റ് HRM എന്ന് പറയുമ്പോൾ നെഗോഷിയേഷൻസ് പോസിബിൾ ആണ്, ഫ്ലെക്സിബിലിറ്റി പോസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് സോഫ്റ്റ് HRM-ന്റെ ഭാഗമായിട്ട് പറയുന്നത്. ലൈക്ക് വേരി ചെയ്യും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ലൈക്ക് അവരുടെ പെർഫോമൻസ് മേ ബി ഡിഫറെന്റ്, ക്വാളിറ്റി, ഔട്ട്പുട്ട് പ്രൊഡക്ഷനിലെ ക്വാളിറ്റി ദാറ്റ് മേ ബി ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദെൻ റെക്കഗ്നിഷൻ ഓഫ് എൻവയോൺമെന്റ്, റൈറ്റ്സ് ഇൻ എംപ്ലോയ്മെന്റ് റിലേഷൻസ്, ഇവയെല്ലാം ഒരു പരിധിവരെ ഫ്ലെക്സിബിൾ ടേംസ് ആണ്. സോ നോർമേറ്റീവ് പെർസ്പെക്റ്റീവ് പ്രകാരം HRM-നെ രണ്ട് ഡിഫറെന്റ് ഏരിയ ആയിട്ട് നമുക്ക് പറയാം. അതിനകത്ത് ഹാർഡ് HR ആകാം, സോഫ്റ്റ് HR ആകാം. ഹാർഡ് HR എന്ന് പറയുമ്പോൾ ഇവിടെ റിജിഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഹാർഡ് HRM-ന്റെ ഭാഗമായിട്ട് പറയുന്നത്. സോഫ്റ്റ് HR എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ എൻഷുർ ചെയ്യാവുന്ന, ഫ്ലെക്സിബിലിറ്റി ഉപയോഗിക്കാവുന്ന ഏരിയ എല്ലാം സോഫ്റ്റ് HRM-ന്റെ ഭാഗമായിട്ടാണ് ഈ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഐഡിയ, ഫസ്റ്റ് നമുക്ക് പറയാം തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ് നോർമേറ്റീവ് പെർസ്പെക്റ്റീവ്. ഓക്കെ, സെക്കൻഡ് കൺസെപ്റ്റ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. സോ ദി ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് HRM is an outcome of normative perception. It proposes that organizations maintain their soft HRM approach only to show in their policies, but in reality, they practice hard HRM to extend management control. അതായത് നമ്മൾ ഈ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോർമേറ്റീവ് പെർസ്പെക്റ്റീവിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നോർമേറ്റീവിൽ ആക്ച്വലി നമ്മൾ പറഞ്ഞത് HRM രണ്ട് രീതിയിൽ, രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ടാണ് നമുക്ക് HRM-നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹാർഡ് എലമെന്റ്സും സോഫ്റ്റ് എലമെന്റ്സും ഉണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ ഇൻ റിയാലിറ്റി ഈ പറയുന്ന സോഫ്റ്റ് എലമെന്റ്സ് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. ഇൻ റിയാലിറ്റിയിൽ എല്ലാം ഹാർഡ് എലമെന്റ്സ് ആണ്. അതായത് എല്ലാം റിജിഡ് ആണ്. സ്ട്രക്ചേഴ്സ് ആർ റിജിഡ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താൻ സാധിക്കില്ല. ആ റിജിഡ് സ്ട്രക്ചറിനകത്ത് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ HRM ചെയ്യുന്നതെന്നാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു തിയറി. ഫസ്റ്റ് തിയറി നമ്മൾ പറഞ്ഞു, നോർമേറ്റീവ് പെർസ്പെക്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ HRM രണ്ട് ബേസിക് പെർസ്പെക്റ്റീവ് ആണ് ഡിഫൈൻ ചെയ്തത്, ഹാർഡ് HRM സോഫ്റ്റ് HRM. ഹാർഡ് ഇൻ ദി സെൻസ് എലമെന്റ്സിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി കൂടുതലായിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് റൂൾസ് ഫോളോ ചെയ്യുക, ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി, മാനേജ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി റിജിഡാണ്. സ്ട്രക്ചറൽ റിജിഡിറ്റി ഇസ് ദെയർ. അങ്ങനെയുള്ള എലമെന്റ്സിനെ നമ്മൾ ഹാർഡ് HRM എന്നും, എന്നാൽ സ്ട്രക്ചറൽ വേരിയബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏരിയാസിനെ നമുക്ക് സോഫ്റ്റ് HRM എന്നും ഡിഫൈൻ ചെയ്യാം എന്നാണ് നോർമേറ്റീവ് കൺസെപ്റ്റ് പറഞ്ഞത്. ഈ നോർമേറ്റീവ് കൺസെപ്റ്റിന്റെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ അതിൽ ചെറിയ എന്താ പറയുക ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് വരുന്നത്. ഇവിടെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പ്രകാരം സോഫ്റ്റ് HRM ഒരു അപ്രോച്ച് റിയൽ അല്ല. അത് ആക്ച്വലി ഒരു തിയറിറ്റിക്കൽ ബേസിന് വേണ്ടി മാത്രം പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹാർഡ് HRM തന്നെയാണ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ എന്നാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ? രണ്ട് ഐഡിയയും ക്ലിയർ ആണോ? സോഫ്റ്റ് HRM ആൻഡ് നോർമേറ്റീവ് പെർസ്പെക്റ്റീവും ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവും. ദെൻ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റി ഒന്നുകൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ദേ പ്രിറ്റൻഡ് ടു ബി കൺസേൺഡ് ഫോർ വർക്കേഴ്സ്. ഈ ഒരു അപ്രോച്ച് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ ഫ്ലെക്സിബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് റിയാലിറ്റിയിലില്ല. ആക്ച്വലി അവർ പ്രിറ്റൻഡ് ചെയ്യുകയാണ്.
So they pretend to be concerned for workers and exploit them through work intensification and downsizing. So അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. നമ്മൾ എംപ്ലോയി കൺസേൺഡ് ആണെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ വർക്ക് മാക്സിമം കൊണ്ടുവരേണ്ടടുത്ത് മാക്സിമം ഇന്റൻസ് വർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഡൗൺ സൈസിങ് വഴി മിനിമം എംപ്ലോയീസിനെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് HR യൂസ് ചെയ്യുന്നതെന്നാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദിസ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പ്രപ്പോസസ് ദാറ്റ് HRM has only changed organizational rhetoric and reality is not changed since the induction of പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് എങ്ങനെയാണോ അതേ പെർസ്പെക്റ്റീവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഹ്യൂമൻ എലമെന്റിനൊന്നും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നില്ല എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. However, it also argues that HRM uses its unitary soft HRM rhetoric to obscure hard reality characterized by increased management control and diminished job security for employees. So ഈ സോഫ്റ്റ് HR എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ വെറുതെ കാണിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സോഫ്റ്റ് HR കൺസെപ്റ്റ് ഇല്ല. എന്നാൽ ഇത് തിയറിറ്റിക്കലി നമ്മൾ കാണിച്ചിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻക്രീസ്ഡ് മാനേജ്മെന്റ് കൺട്രോൾ അത്രയും കൺട്രോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റിറ്റോറിക് ആയിട്ടുള്ള HRM സോഫ്റ്റ് HRM എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ തിയറി പറയുന്നത്. First proposition describes HRM as powerless and second as powerful. So anyway, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഓർക്കേണ്ടത് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സിലേക്ക് വരുമ്പോൾ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് നോർമേറ്റീവ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞ സോഫ്റ്റ് HRM കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് HRM എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്. ആ റിജിഡിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ് HRM എന്ന് പറയുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മറ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് വ്യൂ പോയിന്റ്. മൂന്നാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ഓഫ് HRM believes that it is vital for an organization to control or mold the behavior of its employees to bring the desired results from them. അതായത് ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് HRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോക്കസ് ഈസ് ഓൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിസൈർഡ് ബിഹേവിയർ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്ക് വേണ്ട ആ ഒരു ഡിസൈർഡ് ബിഹേവിയർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ എൻഷുറിങ് അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് ഫോർ ദി ഡിസൈർഡ് ബിഹേവിയർ. നമുക്ക് ആ കണ്ടെത്തിയിട്ടുള്ള ആ ഡിസൈർഡ് ബിഹേവിയർ അതിന് വേണ്ട ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് HRM ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽസ് ടു ബ്രിങ് ഡിസൈർഡ് ബിഹേവിയർ ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു ബിഹേവ് ആസ് ഡിസൈർഡ്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് HRM ആസ് പെർ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്. ഇവിടെ ആക്ച്വലി എന്താണ് HRM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HRM എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അവരുടെ ബിഹേവിയറിനെ നേടിയെടുക്കുന്ന, നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് HRM എന്നാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഹാവ് ടു ഐഡന്റിഫൈ ദി ഡിസൈർഡ് ബിഹേവിയർ. നമുക്ക് ഒരു എംപ്ലോയിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അവരെങ്ങനെയായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. ദെൻ അതേ രീതിയിൽ എംപ്ലോയീസിന് പെരുമാറാൻ വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻ സേ ഒരു സ്ട്രെച്ചേർഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. മീൻസ് ദാറ്റ് ഈ ഒരു ഡിസൈർഡ് ബിഹേവിയർ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സഫീഷ്യന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും എൻവയോൺമെന്റും ഉറപ്പാണ് എന്ന് നമ്മൾ ഉറപ്പാക്കുക, അവൈലബിൾ ആണെന്ന് നമ്മൾ ഉറപ്പാക്കുക. ദെൻ മൂന്നാമതായിട്ട് ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽസ്. എന്തിനു വേണ്ടിയാ? ഈ ഡിസൈർഡ് ബിഹേവിയർ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ബിഹേവിയർ നേടിയെടുക്കാൻ വേണ്ടി. ബിഹേവിയർ മേ ബി അവർ ഗോൾ, റൈറ്റ്? എംപ്ലോയീസിനെ ബേസ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ടാർഗറ്റ്സ് ആയിരിക്കാം ബിഹേവിയർ. അപ്പോൾ ആ ഒരു ബിഹേവിയർ നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസിന് ഇല്ലാത്ത സ്കിൽസ് ഉണ്ടെങ്കിൽ അത് ഇംപൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. സോ ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽസ് ടു ബ്രിങ് ഡിസൈർഡ് ബിഹേവിയർ ആൻഡ് ഫൈനലി മോട്ടിവേറ്റിംഗ് ദം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാൻ വേണ്ടി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. സോ ഈ സ്റ്റേജസിലൂടെ തന്നെ നമുക്കറിയാം ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത്
ഇവിടെ actually we are trying to control the behavior, right? We are trying to control and we are actually molding their behavior based on our needs. നമ്മളുടെ നീഡ് എന്താണോ അതിലേക്ക് എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം. അതാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവിന്റെ കോർ തിങ്. ഓക്കെ, ഡിഫറെന്റ് എംപ്ലോയി ബിഹേവിയേഴ്സ് നീഡ് ടു ബി നീഡഡ് ഫോർ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് ഡിസൈഡ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് ദാറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. സോ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതായത് അവരെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അവർക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ ഏത് രീതിയിലുള്ള വർക്ക് എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇതെല്ലാം എംപ്ലോയിയുടെ ആ ഒരു ഡിസൈഡ് ബിഹേവിയറിലേക്ക് എത്തിക്കുന്നതിന് അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും എംപ്ലോയീസിനെ കൃത്യമായിട്ട് ആ ഡിസൈഡ് ബിഹേവിയറിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് HRM എന്നുള്ള ഈ ഒരു മാനേജ്മെന്റ് ഏരിയ ഉദ്ദേശിക്കുന്നതെന്നാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദി third perspective, behavioral perspective. Then comes strategic perspective. So strategic perspective of HRM believes that human resources are valuable in improving an organization's efficiency and effectiveness. So ഇവിടെ വന്നപ്പോൾ സ്ട്രാറ്റജിക് റോളിലേക്ക് മാറുവാണ്. അതായത് HRM ഇവിടെ വരുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് കരുതുന്നു. അതായത് ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കോർ റോൾ പ്ലേ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ടു സപ്പോർട്ട് ലോങ് ടൈം ബിസിനസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സോ ലോങ് ടൈം ബിസിനസ് ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ദർ മസ്റ്റ് ബി എ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ആ ഒരു ആക്ഷൻ പ്ലാൻ ആണ് HRM നമുക്ക് തരുന്നത്. സോ ദി ഫോക്കസ് ഈസ് ഓൺ ലോങ്ങർ ടേം പീപ്പിൾ ഇഷ്യൂസ് and macro concerns about structure, quality, culture, values, commitment, and matching resources to future needs. So it's not about a short-term ideology. ആ ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ് അങ്ങ് ഒഴിവാക്കുന്നു. അതിന് പകരം ഇതൊരു സ്ട്രാറ്റജിക് ആക്ട് ആണ്, സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആണ്. എന്തിനു വേണ്ടി? ലോങ് ടൈമിലേക്ക് ബിസിനസിന് സപ്പോർട്ട് വേണം, ബിസിനസ് എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കണം, എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കണം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പീപ്പിളുമായി ബന്ധപ്പെട്ട ലോങ് ടേം ഇഷ്യൂസിലാണ്. അതായത് അവരുടെ മാക്രോ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ലൈക്ക് മേ ബി ഓർഗനൈസേഷൻ അത് സ്ട്രക്ചർ, ക്വാളിറ്റി, കൾച്ചർ, കമ്മിറ്റ്മെന്റ്, വാല്യൂസ്, അതേപോലെ ഇത്തരത്തിലുള്ള നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണോ അതിനെ മാച്ച് ചെയ്യുന്ന ക്യാൻസേ ഒരു സ്ട്രാറ്റജിക് ഹൈറാർക്കിയും ആ സ്ട്രാറ്റജിക് ഹൈറാർക്കിയെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സും ഫോം ചെയ്യുക. സോ ദാറ്റ് അവരുടെ ഫ്യൂച്ചറിലെ ലോങ് ടൈം പെർസ്പെക്റ്റീവിലേക്ക് കാണുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് അതിനകത്ത് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡെവലപ്മെന്റ് ഓഫ് കൺസിസ്റ്റന്റ് പ്രാക്ടീസസ്, programs and policies to facilitate achievement of strategic objectives. So it's not a short term action plan, ഇതൊരു ബ്രോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഗ്രാജുവലി നമുക്ക് വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരിക, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുക്കുക, അവരുടെ വാല്യൂസ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെ വഴി ഓർഗനൈസേഷന് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയുന്നത്. സോ ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നതും നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി അവർക്ക് ലോങ് ടൈം നേച്ചറിലുള്ള ഗോൾസും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയുന്നത്. സോ ബൈ ദാറ്റ് നമ്മളുടെ പീപ്പിളിന്റെ ഇൻഡിവിജ്വൽസിന്റെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ ലോങ് ടൈം ഇഷ്യൂസ് സോൾവ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഓർഗനൈസേഷൻ്റെതായ ഒരു ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഈ ഒരു പെർസ്പെക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്. ദെൻ കംസ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ദി സിസ്റ്റംസ് പെർസ്പെക്റ്റീവ് ഡിസ്ക്രൈബ്സ് ആൻ ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട്, ത്രൂപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സിസ്റ്റം, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദർ വിൽ ബി സം ഇൻപുട്സ്. അവിടെ ഓർഗനൈസേഷൻ്റെതായ ഒരു പ്രോസസ്സിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ആ പ്രോസസ്സിലൂടെ ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. സോ എല്ലാ ഓർഗനൈസേഷനും ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വരുന്ന ഇൻപുട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ. അതുവഴി ആ പ്രോസസ്സ് വഴി നമ്മൾ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറും. ഓക്കെ, സോ വിത്ത് ഓൾ ദീസ് സിസ്റ്റംസ് involved in transaction with a surrounding environment. So the organized activities of employees constitute input.
അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം ഇൻപുട്ടാണ്. ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജീസ് വിത്തിൻ ദി സിസ്റ്റം ഈസ് ദി ത്രൂപുട്ട്. അതായത് അവർ ഈ ഇൻപുട്ട് വഴി എംപ്ലോയീസ് ചെയ്യുന്ന എല്ലാ വർക്കുകളും ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് അവരുടെ ആ വർക്കാണ് യഥാർത്ഥത്തിൽ ത്രൂപുട്ട്. അവരുടെ എംപ്ലോയിയുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ എംപ്ലോയീസിന്റെ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഇൻപുട്ടാണ്. ആ ആക്ടിവിറ്റീസ് അവർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അവർ കൊടുക്കുന്ന ആ എനർജി അതെന്ന് പറയുന്നത് ത്രൂപുട്ട് ആയിട്ടും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടും പറയാം. ഇതാണ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ്. സോ ഒരു നോർമൽ സിസ്റ്റം എങ്ങനെയാണ്? നോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഉണ്ടാവും. ദെൻ അവിടെ നിന്നും ഈ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സിംഗ് കണ്ടക്ട് ചെയ്യും. ആ പ്രോസസ്സിങ്ങിലൂടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് HRM എന്നാണ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ് പറയുന്നത്. HRMലേക്ക് വരുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനകത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും ഇൻപുട്ടാണ്. ഓക്കെ, ആ ആക്ടിവിറ്റി വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂ അഡീഷൻ ഓർ ആ എനർജിയാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് യഥാർത്ഥത്തിൽ ത്രൂപുട്ട്. അതിന്റെ റിസൾട്ട് എന്താണോ ആ റിസൾട്ടിങ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. സോ ഇതാണ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ്. സോ 5 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ക്ലിയർ ആവാതുണ്ടെങ്കിൽ പറയൂ. നോർമേറ്റീവ്, ക്രിട്ടിക്കൽ, ബിഹേവിയറൽ, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ്. 5 ക്ലിയർ ആണോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. സർ സിസ്റ്റം ഒന്നുകൂടി പറയാൻ പറ്റുമോ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുമ്പോൾ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിനകത്തൊരു വർക്കിംഗ് ഉണ്ടാവും, ഒരു പ്രോസസ്സിംഗ് ഉണ്ടാവും. ആ പ്രോസസ്സിംഗിൽ നിന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ HRO അങ്ങനെയാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷനകത്തെ ഓരോ എംപ്ലോയിയുടെയും ജോബാണ്. അവർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ടാസ്കുകളും ഇൻപുട്ടിന്റെ ഭാഗമാണ്. ദെൻ ആ ഇൻപുട്ടിനെ ഇവർ ആക്ച്വലി റിയാലിറ്റിയിലേക്ക് മാറ്റുന്നു. മീൻസ് അവരുടെ വർക്ക് ചെയ്തു കഴിയുമ്പോൾ ദർ വിൽ ബി ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. ആ എനർജിയാണ് ത്രൂപുട്ട്, പ്രോസസ് എന്ന് പറയാം. അതായത് അവരുടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സാണ്. ആ വർക്കിന്റെ റിസൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റും സർവീസസുമാണ് ഔട്ട്പുട്ട്. സോ ഇത്തരത്തില് HRO ഒരു സിസ്റ്റമാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് സിസ്റ്റംസ് പെർസ്പെക്റ്റീവ്. ഓക്കെ ഓക്കെ സർ. സോ 5 കൺസെപ്റ്റ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സർ ഫസ്റ്റത്തെ ഒന്ന് പറഞ്ഞു തരുമോ? നോർമാറ്റീവ്. നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ HRM 2 എലമെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. HR അതിനകത്ത് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഹാർഡ് HRO, 2 സോഫ്റ്റ് HRO ആണ്. ഹാർഡ് HRO എന്ന് പറഞ്ഞാൽ റിജിഡ് ആയിട്ടുള്ള HR ഏരിയ. റിജിഡ് ആയിട്ടുള്ള HR ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നെഗോഷിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. എംപ്ലോയീസ് ഫോളോ ചെയ്തിരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റിയിൽ ഔട്ട്പുട്ട് ഇത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ റിജിഡ് ആണ്, അത് അവർ ചെയ്യണം. അതേപോലെ മാനേജീരിയൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ടാസ്ക്, ജോബ് ഇറ്റ് സെൽഫ്, ഇതൊക്കെ റിജിഡ് ആയിരിക്കും. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എംപ്ലോയീസ് അത് അതേപടി തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് റിജിഡ് പാർട്ട് ഓഫ് HRM. അതിനെ നമ്മൾ ഹാർഡ് HRM എന്ന് പറയും. അതേസമയം ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പാർട്ട് ഉണ്ട്, അതിനെയാണ് സോഫ്റ്റ് HRM എന്ന് പറയുന്നത്. അതായത് ദർ മേ ബി സം ഫ്ലെക്സിബിലിറ്റി വെൻ ഇറ്റ് കംസ് ടു നെഗോഷിയേഷൻസ് മേ ബി പോസിബിൾ. HR-വുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സാലറി നെഗോഷിയേഷൻസ് ആകാം, അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻസുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ് ആകാം. ഇതൊക്കെ പോസിബിൾ ആണ്. അതേപോലെ പെർഫോമൻസ്, ചിലപ്പോൾ ഒരാൾ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ പെർഫോം ചെയ്യുന്നത്. ദർ വിൽ ബി വേരിയേഷൻസ്. ആ വേരിയേഷൻ വരുവാണെങ്കിൽ അവയെല്ലാം യഥാർത്ഥത്തിൽ സോഫ്റ്റ് HRM-ന്റെ ഭാഗമാണ്. ക്വാളിറ്റി ആയാലും വേരി ചെയ്യാം. സോ ഇതെല്ലാം സോഫ്റ്റ് HRM-ന്റെ ഭാഗമാണ്. സോ ഈ 2 പാർട്ടുകളും ചേർന്നതാണ് ഒരു കംപ്ലീറ്റ് HR പ്രോസസ് എന്നാണ് നോർമേറ്റീവ് പെർസ്പെക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. ക്രിട്ടിക്കലിൽ അത് തെറ്റാണെന്നാണ് പറയുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ. ക്രിട്ടിക്കലി പറയുന്നത് സോഫ്റ്റ് HRM എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഐഡിയ തന്നെ വെറുതെ പറയുന്നതാണ്. തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് സോഫ്റ്റ് HRM പറയുന്നത്. ഇൻ റിയാലിറ്റി എല്ലാം ഹാർഡ് HRM ആണ് എന്നാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. ബിഹേവിയർ ആണെങ്കിൽ ഇവിടെ HRM എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് ആവശ്യമുള്ള, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡിസൈഡ് ബിഹേവിയർ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈഡ് ബിഹേവിയർ അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് HRM ചെയ്യുന്നത്. സോ ആ ഡിസൈഡ് ബിഹേവിയർ ആക്കി മാറണമെങ്കിൽ ആദ്യം എന്താണ് ഡിസൈഡ് ബിഹേവിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ആ ഡിസൈഡ് ബിഹേവിയറിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്. സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് ആയാൽ HRM എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആക്ടിവിറ്റി അല്ല, ഇതൊരു ലോങ് ടൈം ആക്ടിവിറ്റിയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനും ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സിന്റെ എഫിഷ്യൻസിയും
അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനുമാണ് ഓർഗനൈസേഷൻ്റെ തന്നെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നാണ് സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയുന്നത്. ആൻഡ് ഫൈനലി സിസ്റ്റം പെർസ്പെക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഗ്യാപ്പേ. ബി ബാക്ക് 1 second. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ രണ്ടാമത്തെ ഏരിയ, ആദ്യം നമ്മൾ പെർസ്പെക്റ്റീവ്സിനെ പറ്റി പറഞ്ഞു. HRM രണ്ടാമത്തെ ഏരിയ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. സോ ബേസിക്കലി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് HR ഫംഗ്ഷൻസ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. HR ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് HRP. ഏറ്റവും ബേസിക് ഫംഗ്ഷൻ HRP ആണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ദെൻ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ. അതിനുശേഷം HR ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ പെർഫോമൻസ് അപ്രൈസൽ നമുക്ക് പറയാം, ട്രെയിനിങ് പറയാം, മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾ HR ഡെവലപ്മെന്റ് ഭാഗമായിട്ടും. അതിനുശേഷം കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഭാഗമായിട്ട് വി വിൽ ബി ഡിസ്കസിങ് ജോബ് അനാലിസിസ്, ജോബ് ഇവാലുവേഷൻ, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്, ബോണസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പോലുള്ള കൺസെപ്റ്റുകളെ പറ്റിയൊക്കെ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. സോ നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? സിമ്പിൾ സെൻസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എത്രയാണ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് എത്രയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ എത്ര പേര് അവൈലബിൾ ആയിരിക്കുമെന്ന് ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടെത്തും. ഇതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റിലേക്ക് പോകേണ്ടി വരും. അതേപോലെ ഡിമാൻഡിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലേ ഓഫിലേക്ക് പോകേണ്ടി വരും. ബിക്കോസ് ആവശ്യമില്ലാത്ത എംപ്ലോയീസിനെ വയ്ക്കുമ്പോൾ ഡൗൺ സൈസിങ് ഒക്കെ നടത്തേണ്ടി വരും. അതൊക്കെയാണ് HR പ്ലാനിങ് കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ദി ഫേംസ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ദി റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ റൈറ്റ് നമ്പർ. നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് അടുത്ത ഒരു വർഷത്തേക്ക്, സേ ഫോർ എക്സാമ്പിൾ ഒരു വർഷം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, ഒരു വർഷത്തേക്ക് എത്ര എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരും, അത് അത്രയും തരത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള അത്രയും എംപ്ലോയീസ് അവൈലബിൾ ആണോ, ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് എസ്റ്റിമേഷൻ ഓഫ് ഹൗ മെനി ക്വാളിഫൈഡ് പീപ്പിൾ ആർ നെസസറി ടു ക്യാരി ഔട്ട് ദി അസൈൻഡ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ചെക്ക് നമ്മുടെ ഓർഗനൈസേഷനകത്ത് എത്ര ക്വാളിഫൈഡ് ആളുകളെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്, ഇത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ആൻഡ് ഹൗ മെനി പീപ്പിൾ വിൽ ബി അവൈലബിൾ, അതിനകത്ത് എത്ര പേര് നമുക്ക് കിട്ടും, നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ആൻഡ് വാട്ട് ഇഫ് എനിത്തിങ് മസ്റ്റ് ബി ഡൺ ടു എൻഷുർ ദാറ്റ് പേഴ്സണൽ സപ്ലൈ ഈക്വൽസ് പേഴ്സണൽ ഡിമാൻഡ് അറ്റ് ദി അപ്രോപ്രിയേറ്റ് പോയിന്റ് ഇൻ ദി ഫ്യൂച്ചർ. നമുക്ക് ആ ഫ്യൂച്ചറിൽ എപ്പോഴാണോ ആളെ ആവശ്യമുള്ളത് ആ ടൈമിൽ ഈ പേഴ്സണൽ സപ്ലൈയും പേഴ്സണൽ ഡിമാൻഡും ഈക്വൽ ആകുന്നുണ്ട്. അതായത് നമുക്ക് എത്ര പേരെയാണോ വേണ്ടത് അത്രയും പേരെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ നമുക്ക് എത്ര പേരെ ആവശ്യമാണ്, അത് അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് HRP പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ പേഴ്സണൽ നീഡ്സ്, ഫ്യൂച്ചറിലേക്കുള്ള പേഴ്സണൽ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പർപ്പസ്. ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ, ആക്ഷൻ പ്ലാനിങ്ങിൽ നമ്മൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ഒരു പൂള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഓർഗനൈസേഷൻ്റെ MNCs ആണ്, അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ് നമുക്ക് ആവശ്യമാണ്. അത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ.
അതാണ് HRP ഗ്ലോബൽ സ്ട്രാറ്റജീസിന് ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. ദെൻ പേഴ്സണൽ ഫംഗ്ഷന്റെ തന്നെ HR ഫംഗ്ഷന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഇവിടെ നിന്നാണ് മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുകളിലേക്കുള്ള എല്ലാ ആക്ടിവിറ്റിയും ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും ആവശ്യമായിട്ടുള്ളത് ഉണ്ടെന്ന് ഉറപ്പാക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ദെൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് HRPയുടെ സിഗ്നിഫിക്കൻസ്. നൗ HRP ഇസ് എ 4-phased പ്രോസസ്. ഓക്കെ, 4 ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് HRP കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ ദി ഫസ്റ്റ് ഫേസ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ ത്രൂ മാൻ പവർ ഇൻവെന്ററീസ് ആൻഡ് ഫോർകാസ്റ്റ്. സോ ഫസ്റ്റ് തിങ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഡേറ്റ കളക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ്, ഇൻവോൾവ്സ് ദി ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ. അത് നമ്മുടെ കയ്യിലുള്ള മാൻ പവർ ഇൻവെന്ററി ആകാം, മീൻസ് നമ്മുടെ കയ്യിൽ എത്ര പേര് മാൻ പവർ ഉണ്ട്, അതേപോലെ എത്ര പേര് മാൻ പവറിന് വേണ്ടി വരും, ഫോർകാസ്റ്റ് ആകാം. ഇത് രണ്ടും ചേർന്ന ഒരു ഡേറ്റ കളക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഫേസ് കൺസിസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് മാൻ പവർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ആൻഡ് ഗെയിനിങ് ടോപ്പ് മാനേജ്മെന്റ് അപ്രൂവൽ ഫോർ ദിസ്. രണ്ടാമതായിട്ട് നമ്മൾ മാൻ പവർ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതായത് ഇനി നമുക്ക് എങ്ങനെയായിരിക്കണം മാൻ പവർ നീഡ്സ്, അതുമായി ബന്ധപ്പെട്ട മാൻ പവർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. അതോടൊപ്പം മാൻ പവർ പോളിസി, HR പോളിസി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ടോപ്പ് മാനേജ്മെന്റ് കൺസെന്റ് വേണം, അപ്രൂവൽ വേണം. ആ അപ്രൂവൽ നേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ചെയ്യുക. മൂന്നാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ ദി തേർഡ് ഫേസ് ഇൻവോൾവ്സ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് ആൻഡ് പ്രൊമോഷൻസ് ടു എനേബിൾ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് മാൻ പവർ ഒബ്ജക്റ്റീവ്സ്. സോ മാൻ പവർ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് ഫേസ് ഈസ് കൺസേൺഡ് വിത്ത് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ് ടു ഫെസിലിറ്റേറ്റ് പ്രോഗ്രസ് ഇൻ ഓർഡർ ടു ബെനിഫിറ്റ് ബോത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത മാൻ പവർ പ്ലാനിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതായത് പ്രോപ്പർ വേയിലാണ് മൂവ് ചെയ്യുന്നത്, വേരിയേഷൻസ് ഇല്ല എന്ന് ഉറപ്പാക്കാനൊക്കെ വേണ്ടിയാണ് ഈ കൺട്രോളിങ് ആക്ടിവിറ്റി വരുന്നത്. ദി ലോങ് റൺ വ്യൂ മീൻസ് ദാറ്റ് gains may be sacrificed in the short run for future grounds. ബേസിക്കലി നമ്മുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം വ്യൂ ആയിരിക്കും. അതായത് ഒരു ലോങ് റണ്ണിലേക്ക് ബെനിഫിറ്റ് നേടുന്ന രീതിയിൽ ഉള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആയിരിക്കും നോർമലി ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് കൺസെപ്റ്റ്. HRP എന്ന് പറയുമ്പോൾ 4 ഫേസിലൂടെയാണ് പോകുന്നതെന്ന് ഓർക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ വിൽ ബി ഗ്യാതറിംഗ് ഡേറ്റ. സെക്കൻഡ് സ്റ്റേജ് മാനേജ്മെന്റ് അപ്രൂവൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക് ഒബ്ജക്റ്റീവ്സും പോളിസീസും ക്രിയേറ്റ് ചെയ്ത് മാനേജ്മെന്റ് അപ്രൂവൽ നേടിയെടുക്കുന്നു. ആൻഡ് തേർഡ് ഫേസിൽ ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ്. ആൻഡ് ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഓർക്കുക, ബിക്കോസ് നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ വെച്ചിട്ട് ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കണം. ബിക്കോസ് സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ എക്സാം എഴുതിയവർക്ക് അറിയാൻ പറ്റും. സീക്വൻസ്, സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യുക, സ്റ്റേജസ് റൈറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ HRP ഒരു 4-phased പ്രോസസ് ആയിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗ HRPയുടെ പ്രോസസ് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ HRP ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെ പോകുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓർഗനൈസേഷൻസ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഓർഗനൈസേഷന്റെ ബേസിക് പ്ലാൻസും പോളിസീസും അനുസരിച്ചായിരിക്കും നമ്മൾ HRP കണ്ടക്ട് ചെയ്യുന്നത്. HRPയുടെ ഭാഗമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് HR ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് നീഡ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സസ്. HR ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയാം. നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമതായിട്ട് HR സപ്ലൈ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതായത് എത്ര പേര് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് നോക്കുന്നത് സപ്ലൈ ഫോർകാസ്റ്റ് ആണ്. ഇത് രണ്ടുമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വെച്ചുകൊണ്ട് നമ്മളൊരു HR പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. HR പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഈ HR പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇഫ് ദർ ഇസ് എ നീഡ് ഫോർ ഇഫ് ദർ ഇസ് സർപ്ലസ് ഹ്യൂമൻ റിസോഴ്സ്. എന്ത് ചെയ്യും നമ്മൾ? സർപ്ലസ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുണ്ട്, ലേ ഓഫ് പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും. ഓക്കെ, അതേസമയം ഷോർട്ടേജ് ആണെങ്കിലോ റിക്രൂട്ട്മെന്റ് പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും. ഇതാണ് എൻ്റയർ സ്ട്രക്ചർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനൊന്ന് എലാബറേറ്റ് ചെയ്യാം.
ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രോസസ്. നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത HR പ്ലാനിങ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, HR പ്രോഗ്രാമിംഗ് ഒക്കെ. ജസ്റ്റ് നോക്കുക, ഓർഗനൈസേഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സും പോളിസീസും ഓവർവ്യൂ ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് HR നീഡ് ഫോർകാസ്റ്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയാം. അതേപോലെ HR സപ്ലൈ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് HR പ്രോഗ്രാമിംഗ്, ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നു അവയുടെ, HR പ്രോഗ്രാമിംഗ് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ആ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, HRP ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ദർ മസ്റ്റ് ബി കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. സോ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് സർപ്ലസ് ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഹയറിംഗ്, റെഡ്യൂസ്ഡ് വർക്ക്സ്, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീംസ് അല്ലെങ്കിൽ ലേ ഓഫ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഷോർട്ടേജ് ആണെങ്കിൽ വിൽ ഗോ ഫോർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ഓരോ സ്റ്റേജിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ഇസ് എൻവയോൺമെന്റ് സ്കാനിങ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓർഗനൈസേഷന്റെ ബേസിക് എൻവയോൺമെന്റ്, അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. എൻവയോൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എൻവയോൺമെന്റ് സ്കാനിങ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് മോണിറ്ററിംഗ് ഓഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ദി ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് വരാം, ലൈക്ക് ജനറൽ ആൻഡ് റീജിയണൽ കണ്ടീഷൻസ്. പല രീതിയിലുള്ള ഇക്കണോമിക് കണ്ടീഷൻസ്, ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ, സിറ്റുവേഷൻസ് ഒക്കെ വരാം. ഇക്കണോമിക് സിസ്റ്റം വരാം, ലൈക്ക് മിക്സഡ് ഇക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, ഏത് ഇക്കോണമി സ്റ്റൈലാണ്, അതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹയറിങ്ങിലൊക്കെ. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചസ്, പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ. അതോടൊപ്പം ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഇൻക്ലൂഡിങ് ഏജ് സ്ട്രക്ചറിലുള്ള ചേഞ്ചസ്, കോമ്പോസിഷൻ, ലിറ്ററസി, ഇങ്ങനെയുള്ള പല ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഇഷ്യൂസ്, ലൈക്ക് പുതിയ ലോസും റെഗുലേഷൻസും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ ഹയറിംഗ് പ്രോസസ്സിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ HRPയിലേക്ക് പോകാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ സോഷ്യൽ കൺസേൺസ് ലൈക്ക് ഇൻക്ലൂഡിങ് ചൈൽഡ് കെയർ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആൻഡ് പ്രയോറിറ്റീസ്, ഇവയെല്ലാം തന്നെ ഹ്യൂമൻ റിസോഴ്സിന്റെ HRP പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും. HRMലേക്ക് വന്നു കഴിഞ്ഞാൽ HRP പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ് ഇവയെല്ലാമാണ്. അതായത് ഒരു ഓവറോൾ എൻവയോൺമെന്റൽ സ്കാനിങ് നീഡ് ടു ബി കണ്ടക്റ്റഡ്. ആ സ്കാനിങ്ങിനകത്ത് എല്ലാ എക്സ്റ്റേണൽ എൻവയോൺമെന്റും, അതായത് ഇക്കണോമിക് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ഇവയെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ്, സോ ബൈ സ്കാനിങ് ദി എൻവയോൺമെന്റ് for changes that will affect an organization, managers can anticipate their impact and make adjustments early. അതായത് ഇത്തരത്തിലൊരു സ്കാനിങ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതായത് വർക്ക് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യാവുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിലൊക്കെ ലിറ്ററസി ഒരു മേജർ ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഐഡന്റിഫൈ ചെയ്യാനും അത്തരത്തിലുള്ള പ്രിവെന്റീവ് അഡാപ്റ്റീവ് മെഷേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എൻവയോൺമെന്റൽ സ്കാനിങ്. ദെൻ എൻവയോൺമെന്റൽ സ്കാനിങ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ HR പ്ലാൻ ഈസ് യൂഷ്വലി ഡിറൈവ്ഡ് ഫ്രം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ലൈക്ക് നമ്മുടെ ഓർഗനൈസേഷന് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ പ്ലാൻസ്, റൈറ്റ്? അപ്പോൾ HR പ്ലാൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷണൽ പോളിസീസും അനുസരിച്ചായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവ ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. സോ HR പ്ലാൻ ഈസ് യൂഷ്വലി ഡിറൈവ്ഡ് ഫ്രം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഇൻ ടേംസ് ഓഫ് നമ്പർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേരെ വരെ നമുക്ക് ഹയർ ചെയ്യാം, തുടങ്ങിയിട്ടുള്ള പല കണ്ടീഷൻസും ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ്സും അവരുടെ HR പോളിസിയും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട പോളിസി ആകാം, ഓർഗനൈസേഷൻ പോളിസി ആകാം, ഇവയൊക്കെ അനുസരിച്ച് മാത്രമേ നമുക്ക് ഹയറിംഗിലേക്ക് പോകാൻ പറ്റൂ. Then once the organizational objectives are specified, communicated and understood by all concerned, the HR department must specify its objective with regard to HR utilization in the organization. So, organizational objectives clear cut ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം HR ഡിപ്പാർട്ട്മെന്റ് HR ഒബ്ജക്റ്റീവ്സിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഇറ്റ് മസ്റ്റ് ബി ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ് ഷുഡ് ബി ഇൻ റിലേഷൻ ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് ആയിരിക്കണം HR ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്.
ദെൻ ഫസ്റ്റ് എൻവയോൺമെന്റ് സ്കാനിങ് കണ്ടക്ട് ചെയ്തു. സെക്കൻഡ് ഓർഗനൈസേഷനെ പറ്റി, ഓർഗനൈസേഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സും പോളിസീസും ഒക്കെ റിവൈസ് ചെയ്യുന്നു, ഓർ ക്രോസ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം തേർഡ് സ്റ്റേജ് ഈസ് ടു കണ്ടക്ട് HR ഡിമാൻഡ് ഫോർകാസ്റ്റ്. Demand forecasting is the process of estimating the quantity and quality of people required to meet future needs of the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ നീഡ്സിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് ഏത് ടൈപ്പിലുള്ളതാണ്, എത്ര നമ്പറിൽ ആവശ്യമായിട്ട് വരും, ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് HR ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഓക്കെ, സോ ലൈക്ക് അടുത്ത 6 മാസത്തേക്ക് എത്ര എംപ്ലോയീസിന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായിട്ട് വരും, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ ക്വാളിറ്റി ഉള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളത്, എത്ര പേരെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് HR ഡിമാൻഡ് ഫോർകാസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, HR ഡിമാൻഡ് ഫോർകാസ്റ്റിന്റെ ഡിഫറെന്റ് ടെക്നിക്സ് ഇൻക്ലൂഡ്സ് റേഷ്യോ ട്രെൻഡ് അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, വർക്ക് സ്റ്റഡി ടെക്നിക്, ഡെൽഫി ടെക്നിക്, മാനേജീരിയൽ ജഡ്ജ്മെന്റ്സ്. ഈ ഏരിയയിൽ നിന്നും ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്നുള്ളതായിരുന്നു. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പറയാം കേട്ടോ. ദെൻ HR ഡിമാൻഡ് ഫോർകാസ്റ്റിൽ ഈസ് എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ ടു ക്വാണ്ടിഫൈ ദി ജോബ്സ്. അതായത് എത്ര നമ്പർ ഓഫ് ജോബ്സ് ആണ് ആവശ്യമായിട്ട് വരിക എന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ. ഓക്കെ, നെസസറി ഫോർ പ്രൊഡ്യൂസിങ് എ ഗീവൺ നമ്പർ ഓഫ് ഗുഡ്സ്. രണ്ടാമതായിട്ട് ടു ഡിറ്റർമിൻ ദി നേച്ചർ ഓഫ് സ്റ്റാഫ് മിക്സ് റിക്വയർഡ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഏത് തരത്തിലുള്ള എംപ്ലോയീസ്, ഏത് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് ആവശ്യമുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ തേർഡ്, ടു അസസ് അപ്രോപ്രിയേറ്റ് ലെവൽസ് in different parts of the organization so as to avoid unnecessary cost to the organization. അതായത് ഏതൊക്കെ ഏരിയയിലാണ് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ളത്, അവിടെ എവിടെയെങ്കിലും എക്സസീവ് എംപ്ലോയീസ് ഉണ്ടോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ടു പ്രിവെന്റ് ഷോർട്ടേജസ്, ഒരു ഏരിയയിൽ ഷോർട്ടേജസ് ഇല്ല, പേഴ്സണൽസ് എല്ലായിടത്തും സഫീഷ്യന്റ് ആയിട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കാം. അതേപോലെ ടു മോണിറ്റർ കംപ്ലയൻസസ് വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്. റിസർവേഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും, ആ റിസർവേഷൻ പോളിസീസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും HR ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് റെലവെന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് HR ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് കംസ് HR സപ്ലൈ ഫോർകാസ്റ്റ്. HR സപ്ലൈ ഫോർകാസ്റ്റ് determines whether the HR department will be able to procure the required number of personnel. So നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്ത ആ റൈറ്റ് നമ്പർ ഓഫ് പേഴ്സണൽ, റൈറ്റ് ക്വാളിറ്റി ഉള്ള ഇൻഡിവിജ്വൽസ്, അവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് HR സപ്ലൈ ഫോർകാസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. സ്പെസിഫിക്കലി സപ്ലൈ ഫോർകാസ്റ്റ് മെഷേഴ്സ് ദി നമ്പർ ഓഫ് പീപ്പിൾ ലൈക്ലി ടു ബി അവൈലബിൾ വിത്തിൻ അവർ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഈ കണ്ടെത്തിയ, ഇപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര ആളുകളെ ആവശ്യമാണ്, അതിൽ ഇത്ര പേർക്ക് ഇന്ന ക്വാളിറ്റീസ് വേണം, ഇന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം HR ഡിമാൻഡ് ഫോർകാസ്റ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന രീതിയിലുള്ള ആളുകൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് HR സപ്ലൈ ഫോർകാസ്റ്റ് നമ്മളോട് പറയുന്നത്. സോ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് സപ്ലൈ ഫോർകാസ്റ്റ് വഴി ചെയ്യുന്നത്. ഇത് നമ്മൾ ഓർഗനൈസേഷനകത്ത് അവൈലബിൾ ആണോ എന്നും അതേപോലെ തന്നെ ഓർഗനൈസേഷന് പുറത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും ഇത് രണ്ടും നമ്മൾ HR സപ്ലൈ ഫോർകാസ്റ്റ് വഴി ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, സോ സപ്ലൈ ഫോർകാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സിൽ എത്ര പേരുണ്ട്, അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇന്റേണൽ സോഴ്സ് ഓഫ് സപ്ലൈ, നമുക്കിപ്പോൾ ചില ആളുകളെ പ്രൊമോഷനിലൂടെയോ ട്രാൻസ്ഫറിലൂടെയോ ഒക്കെ വേക്കൻസി ഫിൽ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ് നിലവിലുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇന്റേണൽ സോഴ്സസ്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണലി നമുക്ക് വേണ്ട ചില പൊസിഷൻസ് ഫിൽ ചെയ്യാൻ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമോ, ഇതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. സോ ബേസിക്കലി HR സപ്ലൈ ഫോർകാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സിന്റെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ സോഴ്സസ് അവൈലബിൾ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് അവൈലബിൾ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് HR സപ്ലൈ ഫോർകാസ്റ്റ്. ഓക്കെ, HR സപ്ലൈ ഫോർകാസ്റ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്, അതൊക്കെ തന്നെയാണ് ഇതിന്റെയും അഡ്വാൻറ്റേജ്. ബിക്കോസ് സപ്ലൈ ഫോർകാസ്റ്റ് ഇസ് റിക്വയർഡ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ക്വാണ്ടിഫൈ ദി നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് പൊസിഷൻ എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ. ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ എത്ര പേര് അവൈലബിൾ ആയിരിക്കും. HR ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര പേര് ആവശ്യമായിട്ട് വരും എന്നാണ് ക്രോസ് ചെക്ക് ചെയ്തത്. ഇവിടെ എത്ര പേര് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ക്ലാരിഫൈ സ്റ്റാഫ് മിക്സസ്
that will arise in future. നമ്മുടെ ഫ്യൂച്ചറിൽ എത്ര സ്റ്റാഫാണ്, ഏത് രീതിയിലുള്ള സ്റ്റാഫുകളുടെ കോമ്പിനേഷൻ ആണ് ആവശ്യമുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. Then it assess existing staffing. നിലവിലുള്ള സ്റ്റാഫിംഗ് പാറ്റേൺസ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇറ്റ് വിൽ എനേബിൾ ഓർഗനൈസേഷൻ ടു പ്രിവെന്റ് ഷോർട്ടേജ് വരുന്നില്ല എന്ന് ഉറപ്പാക്കാം. അതേപോലൊപ്പം തന്നെ ലീഗൽ കംപ്ലയൻസസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാം. ലൈക്ക് എവറിത്തിങ് ഈസ് സിമിലർ ടു HR ഡിമാൻഡ് ഫോർകാസ്റ്റ്. അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് HR സപ്ലൈ ഫോർകാസ്റ്റിന്റെയും റെലവൻസ്. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്തു, സപ്ലൈ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്തു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വിൽ ക്രിയേറ്റ് ആൻ HR പ്രോഗ്രാം. അതാണ് HR പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത്. വൺസ് ആൻ ഓർഗനൈസേഷൻസ് പേഴ്സണൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഫോർകാസ്റ്റഡ്, the demand and supply need to be balanced in order that vacancies can be filled by the right employees at right time. So നമുക്ക് വേണ്ട തരത്തിലുള്ള എംപ്ലോയീസ് അവൈലബിൾ ആണ്, അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിംഗ്, ഒരു പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യണം. ആ പ്രോഗ്രാമിംഗ് ആണ് HR പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദി റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ there at the right time. നമുക്ക് വേണ്ടപ്പോൾ ആ വേണ്ട രീതിയിലുള്ള ആളുകൾ അവിടെ അവൈലബിൾ ആണ് എന്ന് ഉറപ്പാക്കാനാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. HR പ്രോഗ്രാമിംഗ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് HR പ്ലാൻ ഇംപ്ലിമെന്റേഷൻ ആണ്. HR പ്ലാൻ ഇംപ്ലിമെന്റേഷൻ റിക്വയർസ് കൺവെർട്ടിംഗ് ആൻ HR പ്ലാൻ ഇൻ ടു ആക്ഷൻ. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന HR പ്രോഗ്രാം അത് തന്നെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ആ HR പ്ലാൻ ഓഫ് ആക്ഷനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതാണ് HR പ്ലാൻ ഇംപ്ലിമെന്റേഷൻ. സോ HR പ്ലാൻ ഇംപ്ലിമെന്റേഷൻ റിക്വയർസ് converting this plan into action. So a series of actions are initiated as a part of HR plan implementation. So programs such as recruitment will be there, selection, placement, training and development, retraining and redeployment, retention plans, succession plans പോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു HR പ്ലാൻ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് സക്സഷൻ പ്ലാനിങ്? Succession plan. ഒരു പൊസിഷന് നെക്സ്റ്റ് വരുന്ന ആളെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. എക്സാക്ട്ലി. അതായത് നമുക്കിപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു ഹയർ പൊസിഷനിലുള്ള ഒരു ഇൻഡിവിജ്വൽ, ഈ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഇല്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹത്തെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ലൈക്ക് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഏറ്റവും ടോപ്പ് കീ മാനേജീരിയൽ പൊസിഷനിലുള്ള ഒരു ഇൻഡിവിജ്വൽ റിസൈൻ ചെയ്ത് പോകുന്നു വിചാരിക്കുക. അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ആ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ ഉള്ളപ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആ ഇൻഡിവിജ്വൽ ചെയ്യുന്ന വർക്കുകളുടെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ കീ മാനേജീരിയൽ പേഴ്സൺ നമ്മുടെ ഓർഗനൈസേഷന് പോയി കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇതാണ് സക്സഷൻ പ്ലാനിങ് വഴി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നത് HR പ്ലാൻ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ടാണ്. Then comes control and evaluation. So control and evaluation represents the final phase of HRP process. All HR plan include budgets, targets, and standards. The achievement of organization will be evaluated and monitored against the plan. So നമ്മളുടെ റിയാലിറ്റി എന്താണ്? സോ ഇതുവരെ നമ്മൾ HR പ്ലാനിങ് എങ്ങനെയായിരുന്നു, അത് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച ബജറ്റ്സിനകത്ത് നിൽക്കുന്നുണ്ടോ, അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള എംപ്ലോയീസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യാനാണ് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ നടത്തുന്നത്. ഡ്യൂറിംഗ് ദിസ് ഫൈനൽ ഫേസ്, ഓർഗനൈസേഷൻ വിൽ ബി ഇവാലുവേറ്റിംഗ് ഓൺ ദി നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് അഗെയിൻസ്റ്റ് ദി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ദി നമ്പർ ഓഫ് പീപ്പിൾ റിക്രൂട്ടഡ് അഗെയിൻസ്റ്റ് റിക്രൂട്ട്മെന്റ് ടാർഗറ്റ്സ്. അതായത് നമ്മൾ നിലവിൽ എത്ര പേരെ അപ്പോയിന്റ് ചെയ്തു, അതിനെ നമ്മൾ എത്ര പേരെയാണോ പ്ലാൻ ചെയ്തത്, നമ്മൾ ഓൾറെഡി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് HR പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്ര പേരെ നമ്മൾ ഒറിജിനലി കണ്ടെത്താൻ സാധിച്ചു, അതോടൊപ്പം എത്ര പേരെ റിക്രൂട്ട് ചെയ്തു അഗെയിൻസ്റ്റ് അവർ റിക്രൂട്ട്മെന്റ് സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. So evaluation is also done with respect to employment cost against benefit and wastage accrued so that corrective action can be taken in future. So ഇത്തരത്തിൽ ഇവാലുവേഷൻ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ചെയ്യും. ലൈക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്, വേസ്റ്റേജുമായി ബന്ധപ്പെട്ട്,
എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ പ്ലാൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ്. HRPയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നോക്കുക, HRPയുടെ ആദ്യത്തെ സ്റ്റേജ് എൻവയോൺമെന്റ് അനാലിസിസ്, ദെൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, HR ഡിമാൻഡ് ഫോർകാസ്റ്റ്, HR സപ്ലൈ ഫോർകാസ്റ്റ്, HR പ്രോഗ്രാമിംഗ്, HR control and evaluation. So these are the different stages. Any doubts? Environmental scanning, objectives and policies, demand forecast, supply forecast, then HR programming, HR plan implementation, control and evaluation. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Is it clear? Yes, sir, clear. Okay, fine. Now, let's move on. Next topic, ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ. So we'll start with the basic idea, basic concept, that is job. What is job? Job എന്ന് പറഞ്ഞാൽ it may be defined as a collection or aggregation of tasks, duties and responsibilities which as a whole as regarded as a regular assignment to an individual employee. ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി അദ്ദേഹത്തിന് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. ഇറ്റ് മേ ബി ഒരു ആഗ്രിഗേഷൻ ഓഫ് ടാസ്ക് ആകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആകാം. ഇവയെല്ലാം ചേർന്ന ആ ഒരു എംപ്ലോയിയുടെ റെഗുലർ അസൈൻമെന്റ്, അതിനെയാണ് നമ്മൾ ജോബ് എന്ന് പറയുന്നത്. സോ ഈ റെഗുലർ അസൈൻമെന്റിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അവർ ക്യാൻ സേ ഈ കണ്ടക്ട് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ജോബ് അനാലിസിസ്. സോ ജോബ് അനാലിസിസ് ഇസ് ദി പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്പെസിഫിക് ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബ് എടുക്കുക, ലൈക്ക് അക്കൗണ്ടന്റ് ഓർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ്. ഈ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ജോബ് എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്, അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ലൈക്ക് ജോബ് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോബ് അനാലിസിന് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വർക്ക് റിലേറ്റഡ് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷന്റെ ഭാഗമാണ്. അതായത് അദ്ദേഹം ബുക്ക് കീപ്പിംഗ് നടത്തണം, അദ്ദേഹം ഇന്ന രീതിയിലായിരിക്കണം ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ ജോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അതേപോലെ ദർ വിൽ ബി ജോബ് സ്പെസിഫിക്കേഷൻ ഓൾസോ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആണ് വേണ്ടത്, അതായത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ സ്കിൽ സെറ്റ് എങ്ങനെയായിരിക്കണം, നോളജ് ബേസ് എങ്ങനെയായിരിക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ എംപ്ലോയിയെ പറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻ എന്നും, ജോബിനെ ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നും പറയാം. സോ ജോബ് അനാലിസിസിന്റെ 2 പാർട്ട് ഇവയാണ്, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. So job analysis is the process of studying and collecting information relating to the operations and responsibilities of a specific job. The immediate product of analysis are job description and job specification. രണ്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓർക്കുക 2 പാർട്ടുകളാണ്. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എന്താണ്, ജോബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ പറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ടാസ്കിനെ പറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓർ എംപ്ലോയിയെ പറ്റിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആരാണ് ഇത് ചെയ്യാൻ വേണ്ടത്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റീസ്, സ്കിൽ സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ യു ക്യാൻ സി യൂസസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ 2 പാർട്ട് നമ്മൾ പറഞ്ഞു, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് ഓർഗനൈസേഷന്റെ ബേസിക് ഡിസൈനിന് ഉപയോഗിക്കാം. ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ജോബ് റോൾസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പ്രോപ്പർ ജോബ് അനാലിസിസ് ആവശ്യമാണ്. അതോടൊപ്പം ഓർഗനൈസേഷൻ ആൻഡ് മാൻ പവർ പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എംപ്ലോയി കൗൺസിലിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റീസിനും ജോബ് അനാലിസിസ് റെലവെന്റ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ജോബ് അനാലിസിസ് സ്റ്റെപ്സ്. സ്റ്റെപ്സ് ഇവയാണ്. ഡിറ്റർമിനേഷൻ ഓഫ് യൂസസ് ഓഫ് ജോബ് അനാലിസിസ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പർ അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കൂ. സോ ദി ഒബ്ജക്റ്റീവ് എന്ന് പറയാം, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം.
ദെൻ കളക്ഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആ ജോബുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് സെലക്ഷൻ ഓഫ് ജോബ് ഫോർ അനാലിസിസ്, അതായത് ഇതിൽ ഏത് ജോബാണ്, ബിക്കോസ് എല്ലാ ജോബും അനലൈസ് ചെയ്യുക, വീണ്ടും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റഡ് നേച്ചറിൽ പോസിബിൾ അല്ല. ഇൻ ദാറ്റ് സെൻസ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെപ്പറ്റിയായിരിക്കും ജോബ് അനാലിസിസ് നടത്തുന്നത്. ദെൻ കളക്ഷൻ ഓഫ് ജോബ് അനാലിസിസ് ഡേറ്റ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വിൽ ക്രിയേറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് specification. Okay, so first stage, determine the use of the job analysis information. Job analysis information എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയി ഡിഫൈൻ ചെയ്യാം. So start by identifying the use to which the information will be put. Since this will determine the type of data you collect and the technique used to collect them. അതായത് ഈ ജോബ് അനാലിസിസ് ഇൻഫർമേഷൻ ഏത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈസ് ഇറ്റ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ ഓർ ഈസ് ഇറ്റ് ഫോർ റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ്? എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു പർപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് അനാലിസിസ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഡിറ്റർമിൻ ദി യൂസ് ഓഫ് ദി ജോബ് അനാലിസിസ് ഇൻഫർമേഷൻ. സെക്കൻഡ്, കളക്ടിങ് ദി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ടെറി, the makeup of a job, its relation to other jobs, and its requirements for competent performance are essential information needed for job evaluation. So, ഒരു ജോബ് ഇവാലുവേഷനിലേക്ക് വന്നത്, ജോബ് ഇവാലുവേഷൻ ഇസ് എ എൻഡ് പ്രോസസ്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോബ് അനാലിസിസിന്റെ ഭാഗമല്ല, ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ജോബ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ദെൻ ആ ജോബും മറ്റൊരു ജോബുമായുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കുക, ദെൻ ഇതിൽ നിന്നും എങ്ങനെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് എൻഷുർ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഇവാലുവേഷന്റെ ഭാഗമാണ്. സോ ദിസ് ഇൻഫർമേഷൻ can be had by reviewing available background information such as job chart, organization charts, ഓർഗനൈസേഷന്റെ ബേസിക് ചാർട്ട്, അതായത് ആ ഒരു ഹൈറാർക്കി കാണിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചാർട്ട് which shows how job in question relates to other jobs and where they fit into the organization and overall organization. അതായത് ആദ്യം നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഓർഗനൈസേഷൻ ചാർട്ട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ പർട്ടിക്കുലർ ജോബ് ഏത് പൊസിഷനിലാണ്, ഏത് ലെവലിലാണ്, അത് അവരുടെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ ക്ലാസ് സ്പെസിഫിക്കേഷൻ, which describes the general requirements of the class of job to which the job under analysis belongs. അതായത് ഈ പർട്ടിക്കുലർ ജോബ്, ഇപ്പൊ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ജോബിന് ക്ലാസ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതായത് ജനറലി ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആ എംപ്ലോയി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ക്ലാസ് സ്പെസിഫിക്കേഷൻസ് നോക്കാം. മൂന്നാമതായിട്ട് എക്സിസ്റ്റിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ, നിലവിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. ഓക്കെ, ഇത് മൂന്നും കളക്ട് ചെയ്യുമ്പോൾ വിൽ ബി ഏബിൾ ടു കണ്ടക്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് വഴി ഒരു ബേസിക് ഓവർവ്യൂ ആ പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. സോ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഓർഗനൈസേഷന്റെ ചാർട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ക്ലാസ് സ്പെസിഫിക്കേഷൻസ്. മൂന്നാമതായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ, പ്രീവിയസ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ക്രോസ് ചെക്ക് ചെയ്യുന്നു. ബിക്കോസ് നമ്മളിവിടെ പുതിയൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന ഇൻഫർമേഷൻ നോക്കിയായിരിക്കും നമ്മൾ പുതിയൊരു ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നത്, ഓർ ജോബ് അനാലിസിസിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ സെലക്ഷൻ ഓഫ് ജോബ്സ് ഫോർ അനാലിസിസ്. To do job analysis is a costly and a time consuming process. That you know, right? ഒരു പെർട്ടിക്കുലർ ജോബ് എടുക്കുക, ആ ജോബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടെത്തുക, ദെൻ അതിനകത്ത് ചെയ്യാൻ പോകുന്ന റൈറ്റ് ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുക. ഇതൊക്കെ വളരെ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹെൻസ് നെസസറി ടു സെലക്ട് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഓഫ് ജോബ്സ് ഫോർ ദി പർപ്പസ് ഓഫ് അനാലിസിസ്. നമ്മൾ എല്ലാ ജോബും അനലൈസ് ചെയ്യുന്നതിന് പകരം എല്ലാ ജോബിനെയും പ്രതിദാനം ചെയ്യുന്ന ഒരു സാമ്പിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യുക. പ്രോപ്പർ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ സെലക്ട് ചെയ്ത് അതിനെയായിരിക്കും നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രയോറിറ്റീസ് ഓഫ് വേരിയസ് ജോബ്സ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ്. ഏതാണ് പ്രയോറിറ്റി ഉള്ള ജോബ്, അങ്ങനെ ആ ഒരു പ്രയോറിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ജോബിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. സോ എ ജോബ് മേ ബി സെലക്ടഡ് ബിക്കോസ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ
അൺഡോക്യുമെന്റഡ് ചേഞ്ചസ് ഇൻ ജോബ് കണ്ടന്റ്. അതായത് നോർമലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബുകൾ വീണ്ടും ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ആണെങ്കിൽ അതിനകത്ത് വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജോബ് അനാലിസിസ് ചെയ്യേണ്ടത്. ബിക്കോസ് അവരുടെ സ്കിൽ സെറ്റിൽ മാറ്റങ്ങൾ വരേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയി മാറി. അങ്ങനെ എന്തെങ്കിലും മേജർ ചേഞ്ചസ് ആ ജോബ് ഏരിയയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒരു അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നിലവിൽ അറിയില്ലാത്ത വലിയ ചേഞ്ചസ് ജോബിൽ വന്നിട്ടുണ്ടെങ്കിലായിരിക്കും ആ പർട്ടിക്കുലർ ജോബിനെ ആയിരിക്കണം നമ്മൾ ജോബ് അനാലിസിസ് ചെയ്യേണ്ടത്. Then the request for analysis of the job may be originated with the employee, supervisor or a manager. അതായത് ആ ജോബിന് ഒരു ജോബ് അനാലിസിസ് ആവശ്യമാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ എംപ്ലോയി ആയിരിക്കും. ബിക്കോസ് അവർ പറയുന്ന ഓൾറെഡി ഉള്ള ജോബ് ഡിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവരിപ്പോൾ ചെയ്യുന്നത്, കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോബ് അനാലിസിസ് പുതുതായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എംപ്ലോയിയിൽ നിന്നോ സൂപ്പർവൈസറിൽ നിന്നോ മാനേജറിൽ നിന്നോ ഒക്കെ ഈ ഒരു റിക്വസ്റ്റ് അറൈസ് ചെയ്യാം. അതാണ് സെലക്ഷൻ ഓഫ് ജോബ് ഫോർ അനാലിസിസ്. ദെൻ collection of job analysis data. Job data on features of the job. Recruited employee qualification and requirements should be collected either from employee who actually perform a job or from the other employees such as foreman or supervisor who watch the work is doing a job. അതായത് ഇത്തരത്തിൽ നമ്മൾ ഡേറ്റ കളക്ഷൻ നടത്തേണ്ടത് എവിടെ നിന്നാണ്? ഒരു പർട്ടിക്കുലർ ജോബ്, ഇപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയണമെങ്കിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയിയോട് നമ്മൾ ചോദിക്കണം. അല്ലെങ്കിൽ ആ വർക്ക് ഓവർസീ ചെയ്യുന്ന ഓവർസിയറെയോ അല്ലെങ്കിൽ സൂപ്പർവൈസറോടോ നമ്മൾ ചോദിച്ചാൽ മാത്രമേ ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കൂ. സോ നോർമലി ഈ ടെക്നിക്സ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. മേ ബി എയ്തർ കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ് ഡയറക്ട്ലി. ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് അവർ ചെയ്യുന്ന വർക്ക് നേച്ചർ എങ്ങനെയാണ്, വർക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യും. ഓക്കെ. ഓർ ഫ്രം ഔട്ട്സൈഡ് പേഴ്സൺ, അതായത് ദർ മേ ബി എക്സ്റ്റേണൽ പാർട്ടീസ്. നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി ആ ഒരു നേച്ചർ ജോബ് ഇല്ലെന്ന് വിചാരിക്കുക. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോബ് ആണെങ്കിൽ മറ്റ് ഓർഗനൈസേഷനിൽ നിന്നും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളെയോ കൊണ്ടുവന്ന് നമുക്ക് ആ ജോബിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. മേ ബി ജോബ് അനാലിസിസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പാർട്ടി അതിന് താൽക്കാലികമായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ടും നമുക്ക് ആ ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി ജോബുമായി ബന്ധപ്പെട്ട മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോ ഡ്യൂട്ടീസ് ഓഫ് സച്ച് എ ജോബ് അനലിസ്റ്റ്, ഒരു എക്സ്റ്റേണൽ ട്രേഡ് ജോബ് അനലിസ്റ്റിനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? അവർ ആ ജോബുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു വർക്കറെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് അവർ സജസ്റ്റ് ചെയ്യാം. സ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജോബ് അനലിസ്റ്റ് ഏറ്റെടുത്ത് തന്നിരിക്കും. ബേസിക്കലി ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജോബ് അനാലിസിസ് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് മേ ബി ഫ്രം എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓർ their supervisees or from some external parties, like ഒരു ട്രേഡ് ജോബ് അനലിസ്റ്റ്, ഒരു എക്സ്റ്റേണൽ ഫ്രീലാൻസ് അനലിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയും നമുക്ക് ജോബ് അനാലിസിസ് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്ന സ്റ്റേജാണ് അഞ്ചാമത്തെ സ്റ്റേജ്, പ്രോസസ്സിംഗ് ദി ഇൻഫർമേഷൻ. വൺസ് ജോബ് അനാലിസിസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ കളക്റ്റഡ്, ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു പ്ലേസ് ഇറ്റ് in a form that will make it useful to those charged with the various personal functions. അതായത് ജോബ് അനാലിസിസ് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സ്ട്രക്ചറിൽ ആക്കുക എന്നുള്ളതാണ്, ഒരു ഡോക്യുമെന്റ് ആക്കുക. അതായത് ഇത് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇന്നതാണ് ജോബ്, അവരെ ഒന്ന് അസസ് ചെയ്യുന്നവരായാലും സൂപ്പർവൈസേഴ്സ് ആയാലും ഈ ജോബിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ ആ എംപ്ലോയി ആയാൽ പോലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കണം. സെവറൽ ഇഷ്യൂസ് arise with respect to this. First, how much detail is needed? Second, can job analysis information be expressed in quantitative terms? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതായത് ഈ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് എത്രമാത്രം ഡീറ്റെയിൽഡ് ആയിരിക്കണം. മേ ബി ചിലപ്പോൾ ഷോർട്ട് ആയിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന വർക്ക് അതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് തോന്നാം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യും? ബിക്കോസ് ഇതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ. അതെങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടൈംസിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്യാം. ദെൻ പ്രിപ്പയറിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് ക്ലാസിഫിക്കേഷൻസ്. സോ ദി ജോബ് ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ കളക്റ്റഡ് മസ്റ്റ് ബി പ്രോസസ്ഡ് ടു പ്രിപ്പയർ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോം. ഇപ്പോൾ ഈ ഒരു കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ വെച്ചുകൊണ്ട്
ഡീറ്റെയിൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ജോബിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ ടാസ്കിനെ ഡീറ്റെയിൽ ചെയ്യുവാണെങ്കിൽ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയി. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദി ജോബ്. പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സെപ്പറേറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോംസ് മേ ബി യൂസ്ഡ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദി ജോബ് ആൻഡ് മേ ബി കമ്പൈൽഡ് ലേറ്റർ ഓൺ. അപ്പോൾ ഈ പല രീതിയിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോംസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഓരോ ഏരിയയും ഒരു ജോബിലേക്ക് വരുമ്പോൾ പല ഏരിയാസ് വരാം. അപ്പോൾ അക്കൗണ്ടന്റ് ചെയ്യുന്ന ഒരു ജോബ് ആണെങ്കിൽ അക്കൗണ്ടന്റ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നുണ്ട്, മേ ബി അദ്ദേഹം റെഗുലർ ആയിട്ടുള്ള മറ്റ് ചില ആക്ടിവിറ്റീസ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്ന പല ആക്ടിവിറ്റിക്ക് വേണ്ടി പല ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഏരിയാസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കും. അൾട്ടിമേറ്റ്ലി ഇതിനെല്ലാം എന്നിട്ട് ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The job analysis is made with the help of these description forms. These forms are used as a reference for the future. ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് എടുത്തിട്ട് അത് വെച്ചുകൊണ്ടായിരിക്കും ജോബ് അനാലിസിസ് പിന്നീട് നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്പെസിഫിക്കേഷൻ. അനാലിസിസ് കണ്ടക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി വേണ്ട വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന്റെ എബിലിറ്റീസ് എങ്ങനെയായിരിക്കണം, സ്കിൽ സെറ്റ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതാണ് job specification. So job specification are also prepared on the basis of information collected. So it is a statement of minimum acceptable qualities. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന ഇൻഡിവിജ്വലിന് വേണ്ട മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുക. ലൈക്ക് ഒരു M.Com വേണം, അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം സ്പെസിഫിക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, സോ ദീസ് ആർ ദി different stages involved in job analysis. Just നോക്കുക. Determination. Determine the use of the job analysis information. എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് തീരുമാനിക്കുക. Then collection of background information. Background information നമുക്ക് ഓർഗനൈസേഷൻ ചാർട്ടിൽ നിന്ന് കളക്ട് ചെയ്യാം, ക്ലാസ് സ്പെസിഫിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ പ്രീവിയസ്ലി അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടും കളക്ട് ചെയ്യാം. ദെൻ ജോബ് അനാലിസിസിന് വേണ്ട ജോബ് ഏതാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ദെൻ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ, പ്രിപ്പയറിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈനലി ജോബ് സ്പെസിഫിക്കേഷൻ. എനി ഡൗട്ട്? സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ഇനി മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനാലിസിസ് ഡേറ്റ. ജോബ് അനാലിസിസ് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് പാർട്ടിസിപ്പന്റ് ഡയറി ഓർ ലോഗ്സ്. അതായത് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതാണ് ജോബ് അനാലിസിസ് കൺസെപ്റ്റ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജോബ് ചെയ്യാൻ വേണ്ട ചെയ്യുന്ന ഇൻഡിവിജ്വലിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. ഈ രണ്ട് പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതിലൊന്നാമത്തെയാണ് പാർട്ടിസിപ്പൻസ് ഡയറി ഓർ ലോഗ്സ്. പാർട്ടിസിപ്പൻസ് ഡയറി ഓർ ലോഗ് ബുക്ക് എന്ന് പറയുമ്പോൾ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കേഴ്സ് നോർമലി അവരുടേതായ ഒരു ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയറീസ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലോഗ്സ് എന്നുള്ള രീതിയിൽ അവരുടെ ചെക്ക് ലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, അവർ ഡെയിലി ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആക്ടിവിറ്റിയും അതിനകത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും. ഇൻ ദാറ്റ് സെൻസ് വർക്കേഴ്സ് can be to kept a participant diary or log or list of things they do during the day. So for every activity he or she engages in, the employee records the activity along with the time in the log. So that is a concept. അത് ഒരു പ്രോപ്പർ വേയിൽ നോർമലി റെഗുലർ വർക്കേഴ്സ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം. അതായത് അവർക്ക് അവരുടെ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നു, അതിൽ ഓരോ ടൈമിലും അവർ ഏതൊക്കെ വർക്കാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും. So this can provide you with a very comprehensive picture of the job, especially when it's supplemented with the subsequent interviews with the workers or his or her supervisor. രണ്ട് രീതിയിലാകാം. അതായത് ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് തന്നെ അവരോട് നമുക്ക് ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറുമായിട്ട് സംസാരിക്കുന്നത് വഴി അവരുടെ വർക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് ഇവർ ഏതൊക്കെ ടൈമിലാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ജോബ് റിലേറ്റഡ് ഡേറ്റ കളക്ഷൻ നമുക്ക് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ദി മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് അതാണ്, ഒരു പാർട്ടിസിപ്പന്റ് ഡയറിയോ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും കളക്ട് ചെയ്ത ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. സോ ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഇഫ് ഡൺ ഫെയ്ത്ത്ഫുള്ളി. ഇവർ ചെയ്തിരിക്കുന്ന ജോബ് തന്നെയാണ് പറയുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് ഇതിൽ നിന്നും
മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് മെത്തേഡ്, പാർട്ടിസിപ്പന്റ് ലോഗ് ഓർ ഡയറി. സെക്കൻഡ് ഈസ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് വി നോ റൈറ്റ്, ദർ ആർ 3 types ഓഫ് ഇന്റർവ്യൂസ്. നമുക്ക് 3 രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ടൈപ്സ് അല്ല, ബേസിക്കലി 3 രീതിയിലുള്ള ഇന്റർവ്യൂസ് നമുക്ക് ജോബ് അനാലിസിസിന് വേണ്ടി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ വിത്ത് ഈച്ച് എംപ്ലോയി. ഓരോ എംപ്ലോയിയുമായിട്ട് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജോബ് അനാലിസിസുമായി ബന്ധപ്പെട്ട, അതായത് ആ ജോബ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂസ് വിത്ത് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹാവിങ് സെയിം ജോബ്. ഒരേ ജോബ് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് അവരോട് ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരാൾ പറയുന്നതിനകത്ത് മിസ്സാവുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ മറ്റ് എംപ്ലോയീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുവഴി ആ ഒരു പെർട്ടിക്കുലർ ജോബിനകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. സോ രണ്ടാമത്തെ മെത്തേഡ് ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ കളക്ഷൻ നടത്താം. മൂന്നാമതായിട്ട് സൂപ്പർവൈസർ ഇന്റർവ്യൂസ്. സോ ഈ വർക്കിന് ഓവർസീ ചെയ്യുന്നത് ഈ സൂപ്പർവൈസേഴ്സ് ആണ്. സോ സൂപ്പർവൈസേഴ്സിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ ഏതൊക്കെ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണ് എംപ്ലോയീസിന്റെ ജോബിനെ അസസ് ചെയ്യുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ സാധിക്കും. സോ അഗെയിൻ ദാറ്റ് ഈസ് യെറ്റ് അനദർ മെത്തേഡ്. സോ ദീസ് ആർ ദി 3 ways in which interview can be conducted. സോ അത് ഇന്റർവ്യൂ എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് പറയാം. ദെൻ മൂന്നാമത്തെ മെത്തേഡ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് ആണ്. അതായത് ഇൻ ദിസ് മെത്തേഡ് ജോബ് ഹോൾഡേഴ്സ് ആർ ആസ്ക്ഡ് ടു ഡിസ്ക്രൈബ് ഇൻസിഡൻസ് കൺസേണിങ് ദി ജോബ് ഓൺ ദി ബേസിസ് ഓഫ് ദിയർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. അതായത് ഈ പെർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രിട്ടിക്കൽ ഇൻസിഡൻസ്, ഒരു ബേസിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എംപ്ലോയീസിനോട് തന്നെ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ പറയാം. അങ്ങനെ അവർ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും അവർ ഓർത്തെടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് റോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബിൽ അവർ ഫേസ് ചെയ്യുന്ന മേജർ ചാലഞ്ചസ് ആയിരിക്കാം. ആ മേജർ ചാലഞ്ചസ് വെച്ചുകൊണ്ട് ജോബിന്റെ സ്കോപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ ദി ഇൻസിഡൻസ് ഓഫ് കളക്റ്റഡ് ആർ അനലൈസ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ജോബ് ഏരിയാസ് ദേ ഡിസ്ക്രൈബ്. A fairy picture of the actual requirements can be obtained by distinguishing between effective and ineffective behaviors of workers on the job. ഒരു പെർട്ടിക്കുലർ ജോബിൽ ഇവരുടെ ഇഫക്റ്റീവ് ബിഹേവിയർ ഏതാണ്, അതേപോലെ ഇൻഎഫക്റ്റീവ് ആയുള്ള ബിഹേവിയർ മീൻസ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പോൾ എംപ്ലോയി എങ്ങനെ ബിഹേവ് ചെയ്തു, അതിനെ വെച്ചുകൊണ്ട് ആ ക്രിട്ടിക്കൽ ഇൻസിഡൻസിലെ എംപ്ലോയി ബിഹേവിയറിനെ വെച്ചുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ബിഹേവിയറും ഇൻഎഫക്റ്റീവ് ബിഹേവിയർ ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. However, this method is time consuming. ബിക്കോസ് നമ്മൾ ഓരോ എംപ്ലോയീസിന്റെ അടുത്ത് ചെന്നിട്ട് അവർ ഫേസ് ചെയ്ത മേജർ ഇവന്റ്സ്, അതിൽ അവരുടെ ബിഹേവിയർ, പോസിറ്റീവ് ബിഹേവിയർ ഏതൊക്കെ സിറ്റുവേഷനിലായിരുന്നു, നെഗറ്റീവ് ബിഹേവിയർ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ദെൻ ദി അനലിസ്റ്റ് റിക്വയർസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ ടു അനലൈസ് ദി കണ്ടന്റ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ ദി വർക്കേഴ്സ്. വർക്കേഴ്സ് ഈ പറയുന്ന ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അനാലിസിസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ബിക്കോസ് അവർ പല ഇൻസിഡൻസും അവർ ഷെയർ ചെയ്ത് തന്നിരിക്കും. അവരെ സംബന്ധിച്ച് ആ വർക്കുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് തോന്നുന്ന ഏതൊക്കെയാണോ അതെല്ലാം അവർ ഡീറ്റെയിൽ ചെയ്ത് തന്നിരിക്കും. അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്, ഏതൊക്കെയാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഫോർ ദി അനലിസ്റ്റ്. അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡിൽ വരുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഈസ് ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ്. ദിസ് മെത്തേഡ് യൂട്ടിലൈസസ് സൂപ്പർവൈസേഴ്സ് വിത്ത് എക്സ്റ്റെൻസീവ് നോളജ് ഓഫ് ദി ജോബ്. ഇവിടെ നമ്മളൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസിന്റെ അഭിപ്രായം തേടുകയാണ്. അതായത് ഈ പെർട്ടിക്കുലർ ജോബിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് സൂപ്പർവൈസേഴ്സിനോട്, മീൻസ് ആ ജോബുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നോളജ് നേടിയെടുത്തിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിനോട് നമ്മൾ ചോദിക്കുന്നു. ഹിയർ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി എക്സ്പേർട്സ്. മീൻസ് ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഹു ആർ റിയലി എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ. ആ ഒരു പെർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സൂപ്പർവൈസേഴ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അവരോട് ഡിസ്കഷൻസ് വഴി മീൻസ് അവരുടെ ഇടയിൽ ചർച്ചകൾ നടത്തിയിട്ട് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഓൾദോ ഇറ്റ് ഈസ് എ ഗുഡ് ഡേറ്റ ഗ്യാതറിംഗ് മെത്തേഡ്, ഇറ്റ് ഓഫൺ ഓവർലുക്സ് ദി ഇൻകംബന്റ് വർക്കേഴ്സ് പെർസെപ്ഷൻ അബൌട്ട് വാട്ട് ദേ ഡു ഓൺ ദെയർ ജോബ്. അതായത് ഇവിടെ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ബിക്കോസ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എംപ്ലോയീസ് എന്ത് ചെയ്യണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സൂപ്പർവൈസേഴ്സ് നോർമലി ഷെയർ ചെയ്യുക. സോ സൂപ്പർവൈസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അവർ ആക്ച്വലി വർക്ക് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് ഈ മെത്തേഡിനകത്ത് ഉണ്ടാകാം. അതാണ് ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡിലേക്ക് വരുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ജോബ് പെർഫോമൻസ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദി അനലിസ്റ്റ് ആക്ച്വലി പെർഫോം ദി ജോബ് under the study
to get first-hand experience of the actual task and physical and social demand for the job. അതായത് ഇവിടെ വരുമ്പോൾ അനലിസ്റ്റ് ആ ജോബ് ചെയ്തു നോക്കുക. സോ അനലിസ്റ്റ് ആ ജോബ് ചെയ്തു നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെർട്ടിക്കുലർ ജോബിൽ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഫിസിക്കൽ എഫേർട്ട്, എന്തൊക്കെയാണ് അതിനകത്ത് ആ ഒരു എക്സ്പെർട്ടൈസ് എത്രമാത്രമാണ് ആവശ്യമുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റി. സോ ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ജോബ്സ് where skill requirements are low and can be learned quickly and easily. അതായത് ഇത്തരം ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ അനലിസ്റ്റിന് എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ പോസിബിൾ ആണ്. അതേസമയം അനലിസ്റ്റിന് അറിയാത്തൊരു ഏരിയ ആണെങ്കിലും അങ്ങനെ സ്പെസിഫിക് സ്കില്ല് വരുന്ന ഏരിയാസിലാണെങ്കിൽ ഇത്തരം ജോബ് പെർഫോമൻസ് ഒരു ജോബ് അനാലിസിസ് ടൂളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതേസമയം ലോ സ്കില്ല് മാത്രം ആവശ്യമുള്ള ജോബുകളാണെങ്കിൽ, റെഗുലർലി നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ജോബുകളാണെങ്കിൽ മാത്രമാണ് ജോബ് പെർഫോമൻസ് വഴി അനാലിസിസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക. സോ ദിസ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് മെത്തേഡ് ആൻഡ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ജോബ്സ് റിക്വയറിംഗ് എക്സ്റ്റെൻസീവ് ട്രെയിനിങ്. ഒരുപാട് ട്രെയിനിങ്ങിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സ്കിൽസും ക്വാളിറ്റീസും ഒക്കെ വേണ്ടി വരുന്ന ജോബാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല, ഈ മെത്തേഡ് പോസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് ഇവിടെ അനലിസ്റ്റ് ആക്ച്വലി ആ ജോബ് പെർഫോം ചെയ്ത് നോക്കുകയാണ്. അനലിസ്റ്റ് ആ പെർഫോം ചെയ്തത് നോക്കാൻ അനലിസ്റ്റിന് അത്രയും ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ജോബ് ആണെങ്കിൽ മാത്രമാണ് ജോബ് പെർഫോമൻസ് എന്നുള്ള ഒരു വേയിൽ നമുക്ക് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ജോബ് പെർഫോമൻസ്. Then comes functional job analysis. So functional job analysis is employee-oriented analytical approach. So this approach attempts to describe the whole person on a job. അതായത് ഇവിടെ ആ ഇൻഡിവിജ്വലിനെ മൊത്തമായിട്ട് ഡിഫൈൻ ചെയ്യാണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ജോബിൽ, ആ ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫങ്ഷണൽ ജോബ് അനാലിസിസ് മെത്തേഡിന് എക്സാമ്പിൾ ആണ്. അതായത് it includes the following. First of all, the extent to which specific instructions are necessary to perform the job or task. ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി എത്രമാത്രം സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. എത്രമാത്രം ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുക. രണ്ടാമതായിട്ട് ദി എക്സ്റ്റെന്റ് ടു വിച്ച് റീസണിങ് ആൻഡ് ജഡ്ജ്മെന്റ് ആർ റിക്വയർഡ് ടു പെർഫോം ദി ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി എത്രമാത്രം റീസണിങ് ആവശ്യമാണ്, എത്രമാത്രം ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ the mathematical ability required to perform the task. Then the verbal and language facilities required to perform the task. So overall ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട എന്തൊക്കെ ക്വാളിറ്റീസ് ആണുള്ളത്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് മേ ബി ബേസ്ഡ് ഓൺ ഹിസ് ക്വാളിറ്റീസ്, ബേസ്ഡ് ഓൺ ദി ഫങ്ഷൻസ് ഹി പെർഫോം. ആ രീതിയിൽ നമ്മൾ ആ ഒരു ജോബിനെ പൂർണ്ണമായിട്ട് ആ ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഫങ്ഷണൽ ജോബ് അനാലിസിസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫങ്ഷണൽ ജോബ് അനാലിസിസ്. നെക്സ്റ്റ് കം ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസിങ് ദിസ് മെത്തേഡ് എ ജോബ് അനാലിസ്റ്റ് വാച്ചസ് ദി എംപ്ലോയി ഡയറക്ട്ലി ഓൺ ദി ജോബ്. സോ ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കുകയാണ്. സോ ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് ഓൺ വേരിയസ് ടാസ്ക്, ആക്ടിവിറ്റീസ്, ദി പേസ് അറ്റ് വിച്ച് ടാസ്ക്സ് ആർ ക്യാരിഡ് ഔട്ട് ആൻഡ് ദി വേ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ്. സോ ഇവിടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന രീതികൾ, എന്തൊക്കെ ടാസ്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്, ആ ടാസ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്, എത്രമാത്രം വേഗതയിലാണ് ഈ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത്, അതോടൊപ്പം ഈ ഏതൊക്കെ ഡിഫറെന്റ് വേസ് ആണ് ഒരേ കാര്യം ചെയ്യാൻ വേണ്ടി ഏതൊക്കെ മെത്തേഡുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒബ്സർവർ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. മീൻസ് അനലിസ്റ്റ് അവിടെ കണ്ട് മനസ്സിലാക്കുകയാണ്, ഇൻഡിവിജ്വൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുകയാണ്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ജോബ്സ് ദാറ്റ് ഇൻവോൾവ്സ് മാനുവൽ, സ്റ്റാൻഡർഡൈസ്ഡ് ഓർ ഷോർട്ട് ജോബ് സൈക്കിൾ ആക്ടിവിറ്റീസ്. ചെറിയ ചെറിയ ജോബ് ആക്ടിവിറ്റീസ് വരുന്ന ഒരു വർക്ക് ആണെങ്കിൽ, റിപ്പീറ്റഡ് നേച്ചറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ വർക്കാണ് വരുന്നതെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതേസമയം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഒബ്സർവേഷൻ മേ നോട്ട് ബി എ ഫീസിബിൾ മെത്തേഡ്സ്. ഓക്കെ, സോ ഷോർട്ട് ജോബ് സൈക്കിൾ ഉള്ള ആക്ടിവിറ്റീസ് ഉള്ള കാര്യങ്ങളിൽ മാത്രമാണ്, ജോബിൽ മാത്രമാണ് ഇത്തരം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക. സോ ദിസ് മെത്തേഡ് ഓൾസോ റിക്വയർസ് ദാറ്റ് ദി എൻറ്റയർ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഒബ്സർവബിൾ ആൻഡ് പോസിബിൾ വിത്ത് സം ജോബ്സ്. സോ ഇത്തരത്തിൽ എല്ലാ ആക്ടിവിറ്റിയും ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് മേ നോട്ട് ബി പോസിബിൾ when it comes to some complicated tasks. ചെറിയ ചില ആക്ടിവിറ്റീസിന് മാത്രം, അത് ചെറിയ ഡ്യൂട്ടി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന
ജോബ് റോളുള്ള, ബിക്കോസ് ഇൻവോയ്സ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന, റെഗുലർലി ഒരേ രീതിയിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ജോബുകളാണെങ്കിൽ ഒബ്സർവേഷൻ ഈസ് ഈസി. അതേസമയം കോംപ്ലക്സ് ടാസ്കുകൾ വരുവാണ്, അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് വരുവാണ്, അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊന്നും ഒബ്സർവേഷൻ ഈസി ആയിരിക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒബ്സർവേഷൻ മെത്തേഡ്. Then comes questionnaire methods. So this method is usually employed by engineering consultants. Means അവർ ആ ഒരു പ്രോസസ്സിനെ എഞ്ചിനീയർ ചെയ്യാൻ, പ്രോസസ് എഞ്ചിനീയറിംഗ് പറയില്ലേ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് നിർവചിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. സോ ഇവിടെ ക്വസ്റ്റ്യനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തുകൊണ്ട് ജോബ് ഹോൾഡേഴ്സിനെ കൊണ്ട് അത് ഫില്ല് ചെയ്യിപ്പിക്കും. അവരത് ഫില്ല് ചെയ്തിട്ട് സൂപ്പർവൈസേഴ്സിന് റിട്ടേൺ ചെയ്യുന്നു. സോ ഏതൊക്കെ ആക്ടിവിറ്റിയാണ് അവരുടെ ജോബിൽ അവർ ചെയ്തിരിക്കുന്നതെന്ന് ഈ ക്വസ്റ്റ്യനേഴ്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഹൗവർ ദി ഇൻഫർമേഷൻ റിസീവ്ഡ് ഈസ് ഓഫൺ അൺഓർഗനൈസ്ഡ് ഓർ യു ക്യാൻ സേ ആൻഡ് ഇൻകോഹറന്റ്. ബിക്കോസ് അവർ ആ ഒരു സിറ്റുവേഷനിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ടിക്ക് ചെയ്യുന്നത്. അത് മെ നോട്ട് ബി റൈറ്റ്. നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു പ്രോപ്പർ ഓർഗനൈസ്ഡ് വേയിൽ കളക്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. ഒരേ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ചിലപ്പോൾ 2 ഒപ്പീനിയൻസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്നതാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡിലെ ഒരു ഡിഫിക്കൽറ്റി. Then the idea in issuing questionnaire is to elicit the necessary information from job holders so that any error may first be discussed with the employee and after correction may be submitted to the job analyst. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണമെങ്കിൽ ഇവർ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഇവരുടെ സുപ്പീരിയർ ഒന്ന് അനലൈസ് ചെയ്യണം. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാച്ച് ആവാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ സുപ്പീരിയർ അത് സംസാരിച്ച് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം ജോബ് അനാലിസ്റ്റിൻ്റെ കയ്യിൽ വരാൻ. അതർവൈസ് ജോബ് അനാലിസ്റ്റ് വിചാരിക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ബിക്കോസ് ഹി മെ നോട്ട് ബി ഹാവിങ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി ജോബ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ടിക്ക് ചെയ്ത് തരുന്നുണ്ടോ അതെല്ലാം ട്രൂ ആണെന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മേ ബി ചില സിറ്റുവേഷനിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ടോട്ടലി മെ നോട്ട് ബി വാലിഡ് അല്ലാത്ത ചില സിറ്റുവേഷൻസ് വരാം. അതെല്ലാം ഇതിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡിന്റെ ഒരു ഫോൾട്ട് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ്. ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ ഡേറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഡിഫറെന്റ് മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്നാമത്തെയായിരുന്നു പാർട്ടിസിപ്പന്റ് ഡയറി ഓർ ലോഗ്സ്, ദെൻ ഇന്റർവ്യൂ മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്, ദെൻ ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ്, ജോബ് പെർഫോമൻസ്, ഫങ്ഷണൽ ജോബ് അനാലിസിസ്, ഒബ്സർവേഷൻ മെത്തേഡ് ആൻഡ് ക്വസ്റ്റ്യനെയർ. Any doubts? ഏതെങ്കിലും മെത്തേഡിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല സാറേ, ക്ലിയർ ആ. ഓക്കെ, ഫൈൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റിയാണ്. കൺസെപ്റ്റ് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ ജോബ് എന്ന് പറയുന്ന ആ സ്കോപ്പിനകത്ത് അത് ഇൻഡിവിജ്വൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗമാണ്. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടൺ റെക്കോർഡ് ഓഫ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ ജോബ്. ഈ പെർട്ടിക്കുലർ ജോബിലെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ ജോബ് റിക്വയർമെന്റ്സ് എന്താണ്, ഇതിനെ ക്ലിയർ കട്ടായിട്ട് ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ജോബ് ഇറ്റ് സെൽഫ് ആൻഡ് നോട്ട് വിത്ത് ദി ജോബ് ഹോൾഡേഴ്സ്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജോബ് എന്താണെന്നാണ്, അല്ലാതെ ഈ ജോബ് ചെയ്യാൻ ആരെ വേണം എന്നല്ല. ഓക്കെ, സോ ജോബ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ചെയ്യാൻ ഏത് തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വലിനെയാണ് ആവശ്യം, അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സ്കിൽ എന്തൊക്കെയാണ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻ എന്നും പറയാം. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ഓൾ അബൌട്ട് ജോബ് ഇറ്റ് സെൽഫ് ആൻഡ് നോട്ട് അബൌട്ട് ദി ജോബ് ഹോൾഡർ. ജോബ് ഹോൾഡറിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് സ്പെസിഫിക്കേഷൻ ആണ്. സോ ദി സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബിംഗ് ദി ജോബ് in such terms as the title, location, duties, working condition, hazards related to the particular job, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ. So a job description is an organized functional statement of duties and responsibilities of a specific job. ഇപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആ ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് യഥാർത്ഥത്തിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ബ്രീഫ് ഇറ്റ് ഷുഡ് ടെൽ വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ഈ പെർട്ടിക്കുലർ പോസ്റ്റിൽ ചെയ്യേണ്ടത് എന്നായിരിക്കണം ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വഴി ഡിഫൈൻ ചെയ്യേണ്ടത്. ഹൗ ഇറ്റ് ഈസ് ഡൺ ആൻഡ് വൈ, വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് വൈ ഇറ്റ് ഈസ് ടു ബി ഡൺ,
ഇതായിരിക്കണം യഥാർത്ഥത്തിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡിസൈഡ് ചെയ്യേണ്ടത്. Then it is a standard of function in that defines the appropriate and authorized content of the job. So it's a standard of function. What is expected of the specific function? ഈ ഒരു സ്പെസിഫിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുക. സോ ഒരു എംപ്ലോയി എന്തൊക്കെ കാര്യങ്ങൾ ഈ പെർട്ടിക്കുലർ ജോബിൽ നിന്ന് ചെയ്യണം എന്നതായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഡെഫിനേഷനാണ് നമ്മൾ പറഞ്ഞത്. നൗ ഒരു എക്സാമ്പിൾ, ജോബ് ഡിസ്ക്രിപ്ഷൻ എക്സാമ്പിൾ ആണിത്. So it will include the areas like you can say there will be job title, കണ്ടോ, ജോബ് ടൈറ്റിൽ ഉണ്ടാകാം. ദെൻ സൂപ്പർവൈസറി റിലേഷനും ആരാണ് സൂപ്പർവൈസർ, ദെൻ ആരെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ജോബിൽ ഇരിക്കുമ്പോൾ നമ്മുടെ താഴെ വരുന്ന ആരായിരിക്കും, ദെൻ ജോബ് സമ്മറി, ദെൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പർട്ടിക്കുലർ ജോബിൽ വരുന്നത്, ദെൻ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങി ആ പെർട്ടിക്കുലർ ജോബിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് അതാണ് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി വൈൽ റൈറ്റിംഗ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദീസ് തിങ്സ്. ദർ വിൽ ബി ജോബ് ഐഡന്റിഫിക്കേഷൻ, ജോബ് സമ്മറി, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, സൂപ്പർവിഷൻ റിലേറ്റഡ് ടു അതർ ജോബ്സ്, മറ്റ് ജോബുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്, മെഷീൻസ് ആൻഡ് ടൂൾസ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ടൂൾസിന്റെയും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്ന മെഷീൻസിന്റെ ഒക്കെ കാര്യങ്ങൾ, ദെൻ വർക്കിംഗ് കണ്ടീഷൻസ്, സോഷ്യൽ എൻവയോൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നോർമലി ഒരു ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവുക. ദെൻ കംസ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് അനാലിസിസിന്റെ രണ്ട് പാർട്ടുകളാണ്, ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷനും രണ്ടാമതായി ജോബ് സ്പെസിഫിക്കേഷനും. സോ അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡൻ, സോ ദി ജോബ് specification as such a summary properly described is thus a specialized job description emphasizing personal requirement. Basically it means ഒരു individual personal requirements എന്തൊക്കെയാണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ പെർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷനിലുള്ള ജോബ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വലിനെയാണ് നമുക്ക് ആവശ്യം അതാണ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. സോ ഇറ്റ് എംഫസൈസസ് പേഴ്സണൽ റിക്വയർമെന്റ് ആൻഡ് ഡിസൈൻഡ് എസ്പെഷ്യലി ടു ഫെസിലിറ്റേറ്റ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഒരു റൈറ്റ് ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യാനും ആ റൈറ്റ് ഇൻഡിവിജ്വലിനെ റൈറ്റ് പോസ്റ്റിൽ എത്തിക്കാനുമുള്ള ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിലെ പർപ്പസ്? ജസ്റ്റ് തിങ്ക്, നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആ ജോബിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അപ്പോൾ ആ ജോബിന് എങ്ങനെ സ്യൂട്ടബിൾ ആണെന്ന് അറിയാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ ഓൾറെഡി ആ ജോബ് എന്താണെന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, അതിനാണ് ഡിസ്ക്രിപ്ഷൻ നടത്തിയത്. ദെൻ ഈ പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നിർവചിക്കുമ്പോൾ അത് സ്പെസിഫിക്കേഷൻ ആണ്. സോ ഈ രണ്ട് ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈറ്റ് ഇൻഡിവിജ്വലെ റൈറ്റ് പൊസിഷനിൽ എത്തിക്കാൻ സാധിക്കും. സോ സ്പെസിഫിക്കേഷൻ വഴി കൃത്യമായിട്ട് പറയുന്നതാണ് ഏത് ഇൻഡിവിജ്വൽ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടത്, ആ ഇൻഡിവിജ്വൽ വേണ്ട സ്കിൽ സെറ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്താണ്, എക്സ്പീരിയൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ജോബ് സ്പെസിഫിക്കേഷനിൽ പറയാം. സോ ജോബ് സ്പെസിഫിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഒരു 3 ബേസിക്കലി നമുക്ക് പറയാൻ സാധിക്കും, 3 ഏരിയയാണ് ജോബ് സ്പെസിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്നാമതായിട്ട് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് വിച്ച് എ പേഴ്സൺ മസ്റ്റ് പൊസസ്. ഈ ഒരു പർട്ടിക്കുലർ ജോബുമായിട്ട് മസ്റ്റ് ആയിട്ട് വേണ്ട ആട്രിബ്യൂട്ട്സ്, മസ്റ്റ് ആയിട്ട് വേണ്ട ക്വാളിറ്റീസ്. Then desirable attributes which a person ought to possess. അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്ന വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം കോൺട്രാ ഇൻഡിക്കേറ്റീവ്സ് വിച്ച് വിൽ ബിക്കം എ ഹാൻഡിക്യാപ്പ് ടു സക്സസ്ഫുൾ ജോബ് പെർഫോമൻസ്. അതായത് ഈ പറയുന്ന പെർട്ടിക്കുലർ ജോബ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകാവുന്ന അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറാവുന്ന attributes, ഇവയെല്ലാം ഈ ജോബ് സ്പെസിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ a specification should include first physical characteristics like which includes health, standard, strength, endurance, age, height, weight, vision, voice, eye, hand foot coordination, then motor coordination and color discrimination. ഇങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും സ്പെസിഫിക് ആയിട്ട് ചില ജോബുകൾക്ക് ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ടാകാം. ആ റിക്വയർമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. ദെൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്.
like you can say emotional stability, flexibility, then decision-making ability, analytical view, mental ability, pleasing manners, initiative, then conversational ability തുടങ്ങിയിട്ടുള്ള ആ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ പറയാം. ദെൻ മൂന്നാമതായിട്ട് മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇന്റലിജൻസ്, മെമ്മറി, then judgment, ability to concentrate, foresight, etc. അങ്ങനെയുള്ള കാര്യങ്ങൾ മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗത്ത് വരാം. then personal characteristics like such as gender or sex, education, then family background, job experience, hobbies, extra curricular abilities തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും. സോ ഇവയെല്ലാം ആ ഇൻഡിവിജ്വലിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽ വേണം, അവരുടെ ഫിസിക്കൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയായിരിക്കണം, മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കണം, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്പെസിഫിക്കേഷൻ ഏരിയയിൽ ഉണ്ടാകുക. ഓക്കെ, സോ ജോബ് അനാലിസിസ് പ്രോസസ്സിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഓൾ പെർട്ടിനൻസ് അബൌട്ട് എ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബ് ഫാക്റ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു വേ ആണ് ജോബ് അനാലിസിസ്. സോ ജോബ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വിൽ ബി കണ്ടക്ടിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ജോബ് ടൈറ്റിൽ, ലൊക്കേഷൻ, ജോബ് സമ്മറി, ഡ്യൂട്ടീസ്, മിഷൻ ടൂൾസ് എക്സെട്ര, ദെൻ സൂപ്പർവിഷൻ, മെറ്റീരിയൽസ്, വർക്കിംഗ് കണ്ടീഷൻ, ഹസാർഡ്സ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതേപോലെ ജോബ് സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, initiative, physical effort, responsibilities, communication skills, then emotional characteristics, unusual sensory sight, etc. So ആ ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്ന് പറയുകയാണെങ്കിൽ അത് സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിന്റെ എല്ലാ ഏരിയാസും നമ്മൾ പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? ജോബ് അനാലിസിസ് ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, ദെൻ അടുത്ത ഏരിയ ജോബ് ഡിസൈൻ ആണ്. ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടൈം ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ഇന്റഗ്രേറ്റ്സ് വർക്ക് കണ്ടന്റ്, that is task, function and relationship, the rewards, that is extrinsic and intrinsic rewards, and the qualification required for each job in a way that meets the needs of employees and the organization. ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ജോബ് അനാലിസിസ് വഴി ഡിസ്ക്രിപ്ഷനും മനസ്സിലായി, സ്പെസിഫിക്കേഷനും മനസ്സിലായി. അതിനെ നമ്മൾ റിവാർഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതായത് ആ പർട്ടിക്കുലർ ജോബ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്, അതുവഴി ഓർഗനൈസേഷന്റെ നീഡ്സും എംപ്ലോയീസിന്റെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് കൃത്യമായ ഒരു ജോബിനെ നമ്മളിവിടെ നിർവചിക്കുകയാണ്. ദാറ്റ് ഈസ് ജോബ് ഡിസൈൻ. ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ജോബ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. ഇറ്റ് വിൽ ഇൻക്ലൂഡ് വർക്ക് കണ്ടന്റ്, ദാറ്റ് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ദെൻ it will include qualification requirements, that means job specification. In addition to that, there will be ഒരു മാച്ചിങ് റിവാർഡ് കൂടി അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യും. സോ ഈ റിവാർഡ് കൂടി വരുമ്പോൾ ആ ജോബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും. സോ അതുവഴി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യണം, അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് ആയിരിക്കണം അവിടെ സെറ്റ് ചെയ്യുന്നത്. സോ ജോബ് ഡിസൈൻ ഇന്റഗ്രേറ്റ്സ് work content, rewards and qualification requirements for each job in a way that it meets the needs of the employee and the organization. എംപ്ലോയിയുടെയും ഓർഗനൈസേഷന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇവയെല്ലാം അറേഞ്ച് ചെയ്യുക, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ജോബ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജോബ് ഡിസൈൻ ഇസ് ആൻ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ മാച്ച് ബിറ്റ്വീൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. ഈ പെർട്ടിക്കുലർ ജോബ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ട ഹ്യൂമൻ ഏതാണ്, ഇവയെ മാച്ച് ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഓർഗനൈസിങ് ദി കോമ്പോണന്റ് ഓഫ് ജോബ് ആൻഡ് ദി ഇന്ററാക്ഷൻ പാറ്റേൺസ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി വർക്ക് ഗ്രൂപ്പ്. സോ ഈ പറയുന്ന ജോബുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക, അതിനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളിവിടെ ജോബിന്റെ കോമ്പോണൻസിന്റെയും അതേപോലെ മറ്റ് ജോബുകളുമായിട്ടുള്ള റിലേഷനും അതോടൊപ്പം ഒരു വർക്ക് ഗ്രൂപ്പ് റിലേഷൻ എങ്ങനെയാണെന്നുള്ള ആ സ്ട്രക്ചറാണ് ഇവിടെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് ഡിസൈൻസ് ഓഫ് ജോബ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സോ ഒരു പ്രോപ്പർ ഡിസൈൻ,
ആ ഒരു പ്രോപ്പർ ഡിസൈൻ എന്ന് പറയുന്നത് ജോബിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതായിരിക്കണം, അതോടൊപ്പം തന്നെ എംപ്ലോയർ സാറ്റിസ്ഫാക്ഷനും കൂട്ടുന്നതായിരിക്കണം. അതായത് വർക്ക് എന്ന് പറയുന്നത് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ദ സെയിം ടൈം ഓർഗനൈസേഷനും ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അത്തരത്തിലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് ജോബ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിലെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ജോബ് സിംപ്ലിഫിക്കേഷൻ ആണ്. സോ വാട്ട് ഈസ് ജോബ് സിംപ്ലിഫിക്കേഷൻ? ഈ ഒരു ഏരിയ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പറയുന്ന കീ ടേംസ്, ഇപ്പോൾ ജോബ് സിംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, ഈ ഓരോ മെത്തേഡുകളും നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ജോബ് സിംപ്ലിഫിക്കേഷൻ? Simplification means the complete job is broken down into small subparts. This is done so that employees can do these jobs without much specialized training. Simplification എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ആക്ടിവിറ്റി ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ അതിനെ സിമ്പിൾ ആക്കുന്നു, ചെറുതാക്കുന്നു. ഓക്കെ, സോ കോംപ്ലക്സ് ടാസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ജോബ് നേച്ചർ കുറച്ചുകൂടി ഈസി ആക്കുന്ന രീതിയാണ് സിംപ്ലിഫിക്കേഷൻ. ഡിവിഷൻ ഓഫ് ലേബർ വഴി ഒരു പരിധി വരെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഡിവിഷൻ ഓഫ് ലേബർ കൺസെപ്റ്റ് എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ആക്ടിവിറ്റി, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഒരേ ഒരു ഗ്രൂപ്പിന് കൊടുക്കാതെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് തിരിച്ച് ചെറിയൊരു പാർട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുക. അതിനർത്ഥം ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം ഡിവിഷൻ ഓഫ് ലേബർ ആണ്. സോ ഒരു എൻറ്റയർ വർക്ക് ഒരു ഓർഗനൈസേഷനിലെ മൊത്തമായിട്ടുള്ള ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതിലും ഒരു ചെറിയ ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്താൽ മതി. ഇന്നത്തെ കമ്പനികളിലൊക്കെ അക്കൗണ്ട്സിനെ തന്നെ വീണ്ടും വിഭജിച്ചുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ലൈക്ക് അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് റിസീവബിൾസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നത്? ഇതൊരു സിംപ്ലിഫിക്കേഷൻ ആക്ടിവിറ്റിയാണ്. അതായത് ചെറിയ സബ് പാർട്ടുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ട കാര്യം വരില്ല. മീൻസ് ജോബ് പഠിക്കുക എന്നുള്ളതും സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഈസി ആയിരിക്കും. സോ ദിസ് ഈസ് ഡൺ സോ ദാറ്റ് എംപ്ലോയീസ് ക്യാൻ ഡു ദീസ് ജോബ്സ് വിത്തൗട്ട് മച്ച് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്. ഒരുപാട് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ആക്ടിവിറ്റി അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, മോറോവർ സ്മോൾ ഓപ്പറേഷൻസ് ഓഫ് ദി ജോബ് Moreover, small operations of the job can also be performed simultaneously so that the complete operation can be done more quickly. അതായത് ഒരു എൻറ്റയർ വർക്ക് ഒരാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാസ്ക് ചെയ്തു, സെക്കൻഡ് ടാസ്ക് ചെയ്തു, തേർഡ് ടാസ്ക് ചെയ്തു, ഇങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടി വരും. അതേസമയം ഈ പ്രോസസ്സിനെ ചെറിയ പാർട്ടായിട്ട് ഫസ്റ്റ് ടാസ്കിന് ഒരാളെ ഏൽപ്പിക്കുന്നു, സെക്കൻഡ് ടാസ്ക് മറ്റൊരാൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സൈമൾട്ടേനിയസ് ഓപ്പറേഷൻസ് സംഭവിക്കും. അത് വർക്കിനെ കുറച്ചുകൂടി വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കും. ഫോർ ജോബ് സിംപ്ലിഫിക്കേഷൻ ജനറലി ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ആർ യൂസ്ഡ്. സോ ജോബ് സിംപ്ലിഫിക്കേഷന് വേണ്ടി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയാണ്. അതായത് സയന്റിഫിക് മാനേജ്മെന്റിൽ പറയുന്ന ബേസിക് കൺസെപ്റ്റ്സ്, എത്ര ടൈമാണ് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ ഏരിയയിൽ നമ്മൾ എടുക്കുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്നു. അതോടൊപ്പം തന്നെ മൂവ്മെന്റിന്റെ, ഒരു വർക്കിനകത്ത് എന്തൊക്കെ മൂവ്മെന്റ്സ് വേണം, അൺനെസറി മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡുകളാണ് ജോബ് സിംപ്ലിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ജോബ് സിംപ്ലിഫിക്കേഷൻ. Then comes job rotation. So another technique designed to enhance employee motivation is job rotation. So what is job rotation? എന്താണ് ജോബ് റൊട്ടേഷൻ? ഒരു പർട്ടിക്കുലർ ജോബിലിരിക്കുന്ന എംപ്ലോയിയെ വീണ്ടും മറ്റൊരു ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഏത് ലെവൽ ഓഫ് എംപ്ലോയീസിനാണ് ഈ ഒരു ജോബ് റൊട്ടേഷൻ ഹെൽപ്ഫുൾ ആവുന്നത്? ടെൽ മീ. Is it for lower level employees? Is it for managerial level employees? ഏത് എംപ്ലോയീസിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക? റൊട്ടേഷൻ പറയൂ. എല്ലാവരും സൈലന്റ് ആണ്. ഓക്കെ, എനിവേ ജോബ് റൊട്ടേഷൻ കൺസെപ്റ്റ് എന്താണ്? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രെയിനിങ് മെത്തേഡായിട്ട് വേണമെങ്കിൽ ജോബ് റൊട്ടേഷൻ യൂസ് ചെയ്യാം, പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ഫോർ ദിസ് തിങ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയ ഏതാണ്? റിമെമ്പർ ദിസ്, റൈറ്റ്? ജോബ് ഡിസൈൻ. ജോബിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു ആക്ടിവിറ്റിക്കും ജോബ് റൊട്ടേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ജോബ് റൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്? അതായത്
ഒരു എംപ്ലോയിയെ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ കുറച്ച് നാൾ ഇരുത്തുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു 1 മന്ത് ഇരിക്കുന്നു. അതിനുശേഷം ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് കൊണ്ടിരുത്തുന്നു. വീണ്ടും അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. സോ ഇങ്ങനെ ഏത് ഏരിയയിലാണ് ആ ഇൻഡിവിജ്വൽ കൂടുതലായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മാനേജീരിയൽ ട്രെയിനിങ്ങിനൊക്കെ ഒരു നല്ല മെത്തേഡായിട്ട് ജോബ് റൊട്ടേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള ബേസിക് അവയർനെസ് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രാഞ്ച് മാനേജറാണ്. അപ്പോൾ ബ്രാഞ്ചിനകത്ത് വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാകാം, മാർക്കറ്റിംഗ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ പറ്റി ഒരു ബേസിക് അവയർനെസ് കിട്ടാൻ വേണ്ടി ഈ ഓരോ ഏരിയയിലും അദ്ദേഹത്തെ ഇരുത്തി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. സോ ദാറ്റ് ആ എല്ലാ ഏരിയയിൽ നിന്നും ഒരു ബേസിക് അവയർനെസ് ഇൻഡിവിജ്വൽ നേടിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ജോബ് റൊട്ടേഷൻ കൊണ്ട് മാനേജ്മെന്റിൽ മാനേജേഴ്സിന് ഉണ്ടാകാവുന്ന ബെനിഫിറ്റ്സ്. ഓക്കെ, സോ അനദർ ടെക്നിക് ഡിസൈൻ ടു എൻഹാൻസ് എംപ്ലോയി മോട്ടിവേഷൻ ഈസ് ജോബ് റൊട്ടേഷൻ ഓർ പീരിയോഡിക്കലി അസൈനിങ് എംപ്ലോയി ടു ആൾട്ടർനേറ്റീവ് ജോബ്സ് ഓർ ടാസ്ക്. പുതിയ പുതിയ ടാസ്കുകൾ മുന്നിലേക്ക് വരുമ്പോൾ എംപ്ലോയീസ് നോർമലി മോട്ടിവേറ്റഡ് ആവും. അതാണ് ജോബ് റൊട്ടേഷൻ വഴി ഒരു ജോബ് ഡിസൈൻ ചെയ്യാനുള്ള മറ്റൊരു കാരണം. ബിക്കോസ് എംപ്ലോയീസ് കൂടുതൽ മോട്ടിവേറ്റഡ് ആകുമ്പോൾ അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. ബിക്കോസ് അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ വരുന്നു. അതേസമയം അവരെ മാനേജ്മെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള തോട്ടും വരും. അതൊക്കെ കാരണം കൂടുതൽ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. അതാണ് ജോബ് റൊട്ടേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. Then comes job enlargement. So another means of increasing employee satisfaction with routine job is job enlargement or increasing the number of tasks performed. That is increasing the job scope of the job. Job enlargement എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിലേക്ക് കൂടുതൽ ആഡ് ചെയ്യുന്നു, കൂടുതൽ ടാസ്കുകൾ ആഡ് ചെയ്യുന്നു. അതായത് ജോബ് എൻലാർജ്മെന്റ് ഈസ് ലൈക്ക് ജോബ് റൊട്ടേഷൻ ട്രൈസ് ടു എലിമിനേറ്റ് ഷോർട്ട് ജോബ് സൈക്കിൾസ് ദാറ്റ് ക്രിയേറ്റ് ബോർഡം. ചെറിയൊരു വർക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനോട് പറയാണ് മറ്റൊരാൾ ചെയ്ത വർക്ക് കൂടി നിങ്ങൾ ഏറ്റെടുത്തോളൂ, സോ ഇത് മൊത്തം നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന അതേ ലെവലിൽ തന്നെ പുതിയ ടാസ്കുകൾ ആ ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എൻലാർജ്മെന്റ് ആണ്. അതായത് ഒരു തരത്തിൽ പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ എക്സ്റ്റൻഷൻ നിലവിൽ ചെയ്തിരുന്ന അതേ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന മറ്റ് ടാസ്കുകൾ കൂടി ആ ഇൻഡിവിജ്വലിനോട് ചെയ്യാൻ പറയുന്നു. സെയിം ലെവലിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് ജോബ് എൻലാർജ്മെന്റ് ആണ്. സോ ഇൻക്രീസിങ് ദി സ്കോപ്പ് എന്ന് പറയാം. നിലവിൽ ചെയ്തിരുന്ന വർക്കിലേക്ക് അദ്ദേഹത്തോട് പറയുകയാണ് സെയിം ജോബ് തന്നെ ഒരു അഡീഷണൽ ഏരിയ കൂടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. സോ നിലവിൽ ചെയ്തിരുന്ന അതേ ലെവലിൽ തന്നെ അദ്ദേഹം പുതിയൊരു ആക്ടിവിറ്റി കൂടി ചെയ്യുകയാണെങ്കിൽ അത് എൻലാർജ്മെന്റ് ആണ്. ഓക്കെ, അൺലൈക്ക് ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ് ആക്ച്വലി ക്രിയേറ്റ്സ് ദി ജോബ് സൈക്കിൾ. സോ ഇൻക്രീസസ് ദി ജോബ് സൈക്കിൾ ബിക്കോസ് എന്താ സംഭവിക്കുന്നത്, ഇദ്ദേഹം ആദ്യം ചെയ്തിരുന്ന വർക്കിന്റെ ഒപ്പം പുതിയൊരു ജോബ് കൂടി ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനോട് പുതിയ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യപ്പെടുവാണ്. സോ ജോബ് റൊട്ടേഷൻ വഴി ചെറിയ ചെറിയ വർക്കുകൾ പലയിടത്തായിട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ തന്നെ കൂടുതലായിട്ട് ടാസ്കുകൾ ആഡ് ചെയ്യപ്പെടുവാണ്. സോ സൈക്കിൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ when the job is enlarged, either the tasks being performed are enlarged or several short tasks are given to one worker. ഒന്നെങ്കിൽ അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിൽ 100 യൂണിറ്റ്സ് ഓഫ് വർക്കാണ് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറയുകയാണ് 120 യൂണിറ്റ്സ് ചെയ്യാം, അതുകൂടി താങ്കൾ ഏറ്റെടുത്ത് ചെയ്തു ബിക്കോസ് യു ആർ ആൻ എഫിഷ്യന്റ് വർക്കർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എൻലാർജ്മെന്റ് ആണ്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന ഷോർട്ട് ടാസ്കിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മറ്റൊരാൾ ചെയ്തിരുന്ന ടാസ്ക് കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ അതും എൻലാർജ്മെന്റിന് തുല്യമാണ്. ഓക്കെ, സോ ഇതെല്ലാം വെർട്ടിക്കലാണ്, ഹൊറിസോണ്ടൽ ആണെന്ന് ഓർക്കുക. സെയിം ലെവലിൽ വരുന്ന ജോബ് ഡ്യൂട്ടീസ് ആയിരിക്കും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. എന്നാൽ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ജോബ് എൻറിച്ച്മെന്റ് ഈസ് എ മോട്ടിവേഷണൽ ടെക്നിക് വിച്ച് എംഫസൈസസ് ദി നീഡ് ഫോർ ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വർക്ക്. അതായത് ജോബിന്റെ സ്കോപ്പ് കൂട്ടുകയാണ്. എന്നാൽ നമ്മൾ എൻലാർജ് ചെയ്തതുപോലെയല്ല, പുതിയ ടാസ്കുകൾ ആഡ് ചെയ്യുന്നു. ഇത് സെയിം ലെവലിലുള്ള അല്ല, ചിലപ്പോൾ അഡീഷണൽ ലെവലിലുള്ള കൂടുതൽ എന്താ പറയുക എൻറിച്ച്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വർക്കുകൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, give me 1 second, I'll be back.
ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ജോബ് എൻറിച്ച്മെന്റിനെ പറ്റിയാണ്. സോ എൻറിച്ച്മെന്റ് ഇസ് എ മോട്ടിവേഷണൽ ടെക്നിക് വിച്ച് എംഫസൈസസ് ദി നീഡ് ഫോർ ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വർക്ക്. സോ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ ഏരിയയിൽ സ്കോപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതല്ല, അതേസമയം അഡീഷണൽ ആയിട്ടുള്ള ടാസ്കുകൾ തരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലുള്ള ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി കൂടി നിങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയറുടെ ഡ്യൂട്ടി കൂടി ഏറ്റെടുക്കാൻ പറയുകയാണെങ്കിൽ അത് എൻറിച്ച്മെന്റ് ആണ്. പുതിയ ടാസ്കുകളായിരിക്കും നോർമലി എൻറിച്ച്മെന്റ് ഭാഗമായിട്ട് വരുന്നത്. സോ ഇറ്റ് സജസ്റ്റ് ദാറ്റ് job is redesigned so that intrinsic motivation is derived from doing the job. അദ്ദേഹത്തിന്റെ ജോബിന്റെ ആ ഒരു സ്കോപ്പ് ഇതുവരെ ചെയ്തിരുന്ന ആ ഏരിയയിൽ നിന്നും കൂടുതലാക്കി കൊടുക്കുന്നു, അതായത് കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊടുക്കുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ഇറ്റ്സ് ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇറ്റ് ലീഡ്സ് ടു വെർട്ടിക്കലി എൻഹാൻസിങ് ദി ജോബ് ബൈ ആഡിങ് ഫങ്ഷൻ ഫ്രം അതർ ഓർഗനൈസേഷൻ ലെവൽസ്, മേക്കിംഗ് ഇറ്റ് contain more variety and challenge and offer autonomy and pride to the employee. So enrichment എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. ജസ്റ്റ് ഓർക്കുക, മുമ്പത്തെ കൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ സെയിം ലെവലില്, ഓക്കെ, ഇവിടെ ഒരു വെർട്ടിക്കൽ ലെവലിലുള്ള ഇന്റഗ്രേഷൻ ആണ്. അതായത് ഇദ്ദേഹം ചെയ്തിരുന്ന ജോബ്, ആ ജോബിന്റെ മുകളിൽ വരുന്ന ജോബ് കൂടി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന പെർട്ടിക്കുലർ ആസ്പെക്ട് കൂടി ഇദ്ദേഹത്തോട് എടുക്കാൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ അഡീഷണലി ചലഞ്ചിങ് ആയിട്ടുള്ള, നിലവിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോണമി കിട്ടുമെന്ന് പറയാം, അല്ലെങ്കിൽ യു ക്യാൻ സേ വെറൈറ്റി കിട്ടുമെന്ന് പറയാം. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നിലവിൽ ചെയ്തിരുന്ന ജോബിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഏരിയ കൂടി ഇൻഡിവിജ്വലിന്റെ വർക്ക് സ്കോപ്പിനകത്തേക്ക് വരുവാണ്. അത് അദ്ദേഹത്തിന്റെ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇതാണ് ജോബ് എൻറിച്ച്മെന്റ് കൺസെപ്റ്റ്. So job enrichment refers to vertical expansion of the job. So it increases the degree to which worker controls planning, execution and evaluation of the work. ഈ പെർട്ടിക്കുലർ വർക്കിനകത്ത് കൂടുതൽ ഓട്ടോണമി കിട്ടുവാണ്. അദ്ദേഹത്തിന് സ്വയം വർക്ക് പ്ലാൻ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വയം എക്സിക്യൂഷനകത്ത് സൂപ്പർവൈസറി റോൾസ് ഇല്ല, നിങ്ങൾ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതുവഴി ജോബിന്റെ സ്കോപ്പ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കുക. ജോബ് എൻറിച്ച്മെന്റും എൻലാർജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കുക. എൻറിച്ച്മെന്റും എൻലാർജ്മെന്റും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇറ്റ് ഇൻക്രീസസ് റെസ്പോൺസിബിലിറ്റി, സ്കോപ്പ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ജോബ്. എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജോബിലേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുവാണ്, കൂടുതൽ ചാലഞ്ച് വരുവാണ്. എന്നാൽ എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ചെയ്തിരുന്ന ജോബ് തന്നെ കൂട്ടുവാണ്, ചെയ്തിരുന്ന അതേ ആക്ടിവിറ്റി, നമ്പർ ഓഫ് ടാസ്കുകൾ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ്. വേറാസ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. മീൻസ് അടുത്ത ലെവലിൽ നിന്നോ ഒരു ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന്റെ ജോബ് കൂടി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ലെവലിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ജോബ് ഇദ്ദേഹത്തിന് കിട്ടും. സോ അങ്ങനെ വരുമ്പോൾ അത് എൻറിച്ച്മെന്റ് ആണ്. അതേസമയം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ ലെവലിൽ വരുന്ന കൂടുതൽ ജോബുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എൻലാർജ്മെന്റ് എന്ന് പറയാം. സോ ഇറ്റ് റിക്വയർസ് ലേണിംഗ് ന്യൂ സ്കിൽസ്. എൻറിച്ച്മെന്റിനകത്ത് അതേ ചെയ്തുകൊണ്ടിരുന്ന അതേ ഏരിയ അല്ല, പുതിയ ഏരിയാസ് ആണ്. സോ പുതിയ സ്കിൽസ് പ്രൊക്യൂർ ചെയ്യേണ്ട ആവശ്യകത വരും. എന്നാൽ എൻലാർജ്മെന്റിലേക്ക് വരുമ്പോൾ സെയിം ലേണിംഗ് സ്കിൽസ് തന്നെ മതി, ബിക്കോസ് സെയിം ആക്ടിവിറ്റിയാണ് വീണ്ടും കൂട്ടിക്കൂടി കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ ലെവൽ ഓഫ് ചാലഞ്ച് ഇൻക്രീസസ് ഇൻ കേസ് ഓഫ് ജോബ് എൻറിച്ച്മെന്റ്. വേറാസ് എൻലാർജ്മെന്റിൽ ചാലഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്, അതും ചെയ്തിരുന്ന അതേ പ്രോസസ്സിനകത്ത് കൂടുതൽ വർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ലെവൽ ഓഫ് അതോറിറ്റി, കൂടുതൽ ഓട്ടോണമി കിട്ടുവാണ്, പവർ കിട്ടുവാണ്. So authority tend to increase, whereas job enlargement വരുമ്പോൾ level of authority usually remains the same. Then it requires less supervision, whereas കൂടുതൽ വർക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനർത്ഥം കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമാണ്. എൻലാർജ്മെന്റിലേക്ക് വരുമ്പോൾ കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമാണ്, എൻറിച്ച്മെന്റിൽ കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമില്ല, ബിക്കോസ് ഓട്ടോണമി കൊടുക്കുകയാണ്. ഓക്കെ, then it motivates employees and has a positive effect on productivity. Normally there will be എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എഫക്റ്റ് മാത്രമേ വരൂ. എന്തുകൊണ്ടാണ്? അവരുടെ വർക്ക് നേച്ചർ കൂട്ടുന്നു, അവർക്ക് ഓട്ടോണമി കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പോസിറ്റീവ്ലി എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യും. വേറെ എൻലാർജ് ചെയ്യുമ്പോൾ ചില എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആകാം, ബിക്കോസ് അവർക്ക് കൂടുതൽ ടാസ്ക് കൊടുക്കുന്നു, അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് കരുതാം. അതേസമയം മറ്റു ചിലർക്കത് നെഗറ്റീവാണ്, എക്സ്ട്രാ ബേർഡൻ ആയിട്ടും തോന്നാം. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ എൻറിച്ച്മെന്റ് ആൻഡ് എൻലാർജ്മെന്റ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? Enrichment and enlargement. Any doubts?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്ലീസ്? Yes, sir. ഓക്കെ ഫൈൻ. സോ എൻറിച്ച് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്സ് നമുക്ക് പറയാം. എൻറിച്ച്മെന്റ് സംഭവിക്കുന്നത് ഡിഫറെന്റ് വേയിലാകാം. ലൈക്ക് ഫ്രീഡം ഇൻ ഡിസിഷൻസ്, മീൻസ് ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ റൈറ്റ് കൊടുക്കുന്നു, പവർ കൊടുക്കുന്നു. അല്ലെങ്കിൽ അസൈൻ എ നാച്ചുറൽ വർക്ക് യൂണിറ്റ് ടു ആൻ എംപ്ലോയി, ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ കയ്യിലേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർക്ക് യൂണിറ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോളാൻ പറയുന്നു. ഇതെല്ലാം എൻറിച്ച്മെന്റ് എക്സാമ്പിൾ ആണ്. അതേപോലെ എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, allowing the employee to set his own standards of performance, minimizing the controls to provide freedom to the employee, then make an employee directly responsible to his performance. അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മാത്രം റെസ്പോൺസിബിലിറ്റി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സുപ്പീരിയർ ഒഴിവാക്കുന്ന രീതിയാണ്. അങ്ങനെ വരുമ്പോൾ വെർട്ടിക്കലി അദ്ദേഹത്തിന് ജോബ് റോൾ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അങ്ങനെ വരുന്ന എല്ലാ കേസുകളും എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് യു ക്യാൻ സേ എൻറിച്ച്മെന്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ലെറ്റ്സ് സീ സം ക്വസ്റ്റ്യൻസ്. അതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് ഏരിയ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഏരിയ HRP ആണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ ജോബ് ഈസ് നോൺ ആസ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. വേഗം ആയിക്കോട്ടെ, ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ആൻസറുകൾ കിട്ടണേ. നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റിൽ ഇട്ടാൽ മതി. ദി പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എ ജോബ് ഈസ് നോൺ ആസ്. ഇസ് ഇറ്റ് HRP? ഇസ് ഇറ്റ് ജോബ് ഡിസൈൻ, ജോബ് അനാലിസിസ്, ജോബ് ഇവാലുവേഷൻ? എന്താണത്? നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ജോബ് അനാലിസിസ് ആണോ? പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എ ജോബ്, ഒരു പെർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് ആണ് ഡെഫിനറ്റ്ലി. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. HRP എന്താ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എത്ര ഇൻഡിവിജ്വൽസിനെ വേണം, എത്ര ഇൻഡിവിജ്വൽസ് അവൈലബിൾ ആയിരിക്കും എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് HRP എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ എത്ര എംപ്ലോയീസിനെ വേണം, എത്ര ഇൻഡിവിജ്വൽസ് അവൈലബിൾ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ജോബിനെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ജോബ് ഡിസൈൻ. അതായത് നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ആ അനാലിസിസ് കണ്ടക്ട് ചെയ്ത ഡേറ്റയും നമ്മളുടെ റിവാർഡുമായിട്ട് മാച്ച് ചെയ്ത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് കളക്ടിങ് ആൻഡ് അനലൈസിങ് എ പെർട്ടിക്കുലർ ജോബ്. ആ ജോബ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഡിസൈനിങ് നടക്കുന്നത്. സോ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക, അതിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ജോബ് അനാലിസിസിന്റെ ഭാഗമാണ്. സോ ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ, ജോബ് അനാലിസിസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ. MCQ2, job analysis results in. Job description, job specification, job evaluation, all of the above. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയാനുള്ള റീസൺ അതാണ്. അതായത് റൈറ്റ് D ആണ്. നമ്മളെപ്പോഴും പറയുമ്പോൾ ജോബ് അനാലിസിസിന്റെ 2 പാർട്ട് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും ആണ്. അതായത് ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് ജോബ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ജോബിന് വേണ്ട റൈറ്റ് ഇൻഡിവിജ്വൽ ആരാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നു. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഫൈനലി ജോബ് ഇവാലുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. റൈറ്റ്? സോ ജോബ് അനാലിസിസ് റിസൾട്ട് ചെയ്യുന്നത് എന്തിലാണ്? ഈ 3 കാര്യങ്ങളിൽ റിസൾട്ട് ചെയ്യും. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ പോസിബിൾ ആണ്, ജോബ് സ്പെസിഫിക്കേഷൻ പോസിബിൾ ആണ്, ആൻഡ് ഫൈനലി അറ്റ് ദി എൻഡ് പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ ജോബ് ഓക്കെ ആയിരുന്നോ, ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്ത ഡേറ്റ എഫിഷ്യന്റ് ആയിരുന്നോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ജോബ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ all these 3 cases. Okay, right? All of the above. Another question. Job description is a statement containing items like. Job description എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? Job title, location, duties,
machine tools and equipments, material working conditions and hazards, all of the above. Okay, confusion ആവരുത്. Job description includes everything. ബിക്കോസ് നമ്മൾ പറഞ്ഞു അതിനകത്ത് മെഷീൻ ടൂൾസ് യൂസ് ചെയ്യാവുന്നതുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽസ്, വർക്കിംഗ് കണ്ടീഷൻ, ഹസാർഡ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ നോട്ട് അബൌട്ട് ജോബ് ടൈറ്റിൽ, ലൊക്കേഷൻ, ഡ്യൂട്ടീസ് മാത്രമല്ല, പറയുന്ന ജോബുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും, ആ പർട്ടിക്കുലർ ജോബിൽ യൂസ് ചെയ്യാവുന്ന ടൂൾസ് ഏതൊക്കെയാണ്, മെഷീൻസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാസ്ക് and duties involved in the job. Statement of duties and tasks. The particular job may be the duties and tasks. Okay. Specification. Think. തെറ്റായ ആൻസറുകൾ പറയല്ലേ. ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ. ബിക്കോസ് ഇത് കൃത്യമായിട്ട് ഓർത്തേക്കണം കേട്ടോ, അതുകൊണ്ട് കൂടെ മാറിപ്പോരുത്. ഡിസ്ക്രിപ്ഷൻ, ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആണ്. ആ ഇൻഡിവിജ്വലിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ്. സ്പെസിഫിക്കേഷൻ എന്താണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഡയറക്റ്റ്ലി അവിടെ പറഞ്ഞിട്ടുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ദി ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ട മിനിമം യോഗ്യത എന്താണ് എന്നാണ് ജോബ് സ്പെസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതർവൈസ് നമുക്ക് പറയാം ടെക്നിക്കൽ ജോബ് റിക്വയർമെന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ പറയാം. പക്ഷെ ഇവിടെ ക്ലിയർ കട്ടായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്യുമ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻസ് വിച്ച് ആർ റിക്വയർഡ് ടു പെർഫോം ദി ജോബ്, അതാണ് ഒരു ജോബ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പ്രോസസ് of forecasting an organization's future demand for and supply of the right type of people in the right number. Okay, very good. That's it. A, human resource planning. Human resource planning in the proper definition another. That is forecasting future demand for and future supply of human resources. നമുക്ക് അടുത്ത ഒരു ഫ്യൂച്ചർ ടൈമിലേക്ക് എത്ര ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ട് വരും, എത്ര ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആയിരിക്കും, ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് HRP എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് സ്റ്റേറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി HRP? HRPയുടെ ഇമ്പോർട്ടൻസ് സിഗ്നിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്രിയേറ്റിംഗ് ഹൈലി ടാലന്റഡ് പേഴ്സണൽ, ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആൻഡ് മൂവ്, ഓൾ ഓഫ് ദി അബോവ്. റൈറ്റ്. അതായത് എല്ലാ സിറ്റുവേഷനിലും അത് ഉപയോഗിക്കാം. HRP നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ടാലന്റ് പൂൾ, ഓക്കെ, എംപ്ലോയി പൂൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് വൈൽ ക്രിയേറ്റിംഗ് ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ്, അതിന് വേണ്ട റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കാൻ സാധിക്കും. അതോടൊപ്പം റെസിസ്റ്റൻസ് ടു ചേഞ്ച് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് സാധിക്കും. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി എബോവ്. മറ്റൊരു ക്വസ്റ്റ്യൻ, rearrange the following steps involved in human resource planning process in a proper order. Human resource planning in the different stages on the proper order like
Sir, B. Option B. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ സി എൻവയോൺമെന്റൽ സ്കാനിങ്, ദെൻ HRP ആണോ? Organizational objectives and policies. H എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, ദെൻ ബി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റ്, അതിനുശേഷം ജി സപ്ലൈ ഫോർകാസ്റ്റ്, ദെൻ HR പ്രോഗ്രാമിംഗ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. സോ ആ പ്രോസസ്സ് നമുക്ക് ഇതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ സ്റ്റേജസ് ചോദിച്ചിട്ട് സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദിസ് കേട്ടോ. So my next question, which of the following is not included in environmental scanning? Environmental scanning il include cheyyathathu edana? Parayu. Political and legislature, economic factors, technological factors. Environmental scanning aanu parayu. Economic factors ഇല്ലേ? ആക്ച്വലി ഇതെല്ലാം ഉണ്ട്. അതായത് 3 ഫാക്ടേഴ്സ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലീഗൽ ഉണ്ട്, അതേപോലെ ഇക്കണോമിക്കൽ ഉണ്ട്, ദെൻ ടെക്നോളജിക്കൽ ഉണ്ട്, ഡെമോഗ്രാഫിക്കൽ ഉണ്ട്. ആ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നൺ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, dash is the process of estimating quantity and quality of people required to meet future needs of the organization. പറയൂ. ഫ്യൂച്ചർ നീഡ്സിലേക്ക് വേണ്ട തരത്തിലുള്ള എംപ്ലോയീസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യുന്ന അവൈലബിൾ ആണോ എന്ന് നോക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? Supply forecasting. നീഡ്സ് അല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി കാണും, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫ്യൂച്ചർ നീഡ്സ് ആണ് കേട്ടോ. In demand forecasting ആണോ സർ? യെസ്. അതായത് ഫ്യൂച്ചർ നീഡ്സിന് അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ നീഡ്സിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരും. അവൈലബിൾ എന്നാണ് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞതിന് മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത്. എനിവേ എത്ര ഇൻഡിവിജ്വൽ ആവശ്യമായിട്ട് വരും എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ആണ്. ഇവിടെ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ദി പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പീപ്പിൾ റിക്വയർഡ് മീൻസ് ആവശ്യമായിട്ട് വരിക ടു മീറ്റ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഫ്യൂച്ചർ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ എത്ര ഇൻഡിവിജ്വൽ, ഏത് തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആവശ്യമാണ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇത്തരത്തിലുള്ള എത്ര പേർ അവൈലബിൾ ആയിരിക്കും എന്ന് നോക്കുവാണെങ്കിൽ അതിനെ സപ്ലൈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ആദ്യത്തെ ഏരിയ വൈൻഡപ്പ് ചെയ്യുന്നു. HRMന്റെ ആദ്യത്തെ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ലെറ്റ് മീ റിപ്പീറ്റ്. ആദ്യത്തെ ഏരിയ നമ്മൾ HRP യെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ HRMന്റെ ബേസിക് കൺസെപ്റ്റ് കണ്ടു. ദെൻ HRPയിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ടേംസ് ലൈക്ക് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ MCQs അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് ഇത്രയും ഏരിയാസ് ആണ് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ 15 ക്വസ്റ്റ്യനുള്ള ഒരു MCQ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ഇറ്റ്. So that's it. Thank you everyone. Bye. Sir, recruitment selection ആ ടോപ്പിക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമോ നമ്മള്? തീർച്ചയായും. ഓക്കെ, ഇത് ഫസ്റ്റ് അല്ലേ, ഇപ്പൊ HRP കഴിഞ്ഞേ ഉള്ളൂ. HRP കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ സർ, ശരി, താങ്ക് യു. ഓക്കെ.